ജനിച്ച 19 വയസ്സിലാണ് എനിക്ക് ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്നെ കുട്ടിയായിട്ട് പുറത്ത് കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഇന്ന അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കാലിന് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വന്നപ്പോൾ അത് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ. ഞാൻ പറയുന്നവർക്ക് എൻ്റെ കാല് മുറിച്ചിട്ട് ഞാൻ നടന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാല് നടന്നാലും കുഴപ്പമില്ല, എനിക്ക് ഐ വോണ്ട് ടു ബി ലോൺ ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ആക്സെപ്റ്റിലാണ് ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത് കാലം മുറിച്ച് മാറ്റണം എന്നുള്ളൊരു. ആ ഒരു കരുത്തിലാണ് നമ്മൾ 2 വേൾഡ് റെക്കോർഡ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. എന്താണ് ശ്യാം, അത് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? ശ്യാമിന്റെ പേരിലുള്ള 2 വേൾഡ് റെക്കോർഡ്സ്. ഒന്ന് വേൾഡ്സ് ഫസ്റ്റ് ആംബ്യൂട്ടി യങ്ങസ്റ്റ് ആംബ്യൂട്ടി സ്കൈ ഡൈവർ ആണ്, പിന്നെ വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംബ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റ്. ഓക്കെ, ഈ വേൾഡ് റെക്കോർഡ് എടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ഞാൻ സൈക്ലിസ്റ്റ് ആയിരുന്നു. ആൾസോ അതിന് വേണ്ടി ഒരുപാട് ലൈഫ് ലോങ് മൊത്തം കഷ്ടപ്പെട്ട് ഒട്ടും ബിഗിനിങ് അല്ല എനിക്ക് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അതിൻ്റെ റിസ്കുകളും ഒട്ടും ബിഗിനിങ് അല്ല. അമ്മയാണ് ഒരു കിഡ്നി തന്നത്. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് ഫോണിൽ തരുമോ? ഇപ്പോ അവന്റെ ഉറപ്പിന്മേലാണ് ഞാൻ വിട്ടത്. അവൻ എപ്പോഴും പറയും, അമ്മ ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരും, അമ്മ പേടിക്കണ്ടില്ല, അമ്മയുടെ മുമ്പിൽ ഞാൻ എപ്പോഴായാലും തിരിച്ചെത്തും. ഇപ്പൊ അമ്മ ഭയങ്കര ഹാപ്പിയും അത്രത്തോളം പ്രൗഡും ആണല്ലോ. അത്രത്തോളം അഭിമാനം ഇല്ലേ അമ്മയ്ക്ക് ശ്യാമിനെ ഓർത്ത്? പിന്നല്ലാതെ, കാരണം എന്റെ മോന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. ഇത്രയൊന്നും ഞാൻ എന്റെ മോനെന്ന് പ്രതീക്ഷിച്ചതൊന്നുമല്ല. കാരണം അവന്റെ അവസ്ഥ ഞാൻ കണ്ടതാണല്ലോ. എന്റെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒരുപാട് അന്തരമുണ്ട്. എൻ്റെ 12 സർജറിയോളം എൻ്റെ അച്ഛനെ കൊണ്ട് പറ്റി. പക്ഷേ അച്ഛൻ സ്റ്റില്ലൊരു മദ്യപാനിയായിരുന്നു. അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻ തന്നെയായിരുന്നു. ഒരു ടെസ്റ്റോസ്റ്ററോൺ ഇല്ല, കാണാനില്ല. എനിക്ക് 3 കിഡ്നി ഉണ്ട്, ബൈ ബർത്ത് 3 കിഡ്നി ഉണ്ട്. അതുപോലെ സ്പൈനൽ ട്യൂമറുണ്ട്. പിന്നെ 8 വയസ്സായപ്പോൾ 12 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും സർജറീസ് ചെയ്യുന്നതിൻ്റെ കൂടെ എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ആസ്മയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമ്മ എന്നെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ആസ്മയുടെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടും. ബിക്കോസ് അമ്മ ബ്രീത്ത് ചെയ്യേണ്ട ഡിഫിക്കൽട്ടി എനിക്ക് മനസ്സിലാവും. ഞാൻ ജനിച്ചതായിരുന്നു എല്ലാവർക്കും ഒരു ഭയങ്കര ഷോക്കായിരുന്നു. ആരും എക്സ്പെക്ട് ചെയ്തൊരു കുട്ടിയല്ല വന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ടോർച്ചർ ലെവൽ എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ. അതിലൊരു വലിയ റെസ്പെക്ട് എനിക്കുണ്ട് അമ്മയുടെ അടുത്ത്. ചൈൽഡ്ഹുഡ് എന്ന് പറയാനായിട്ടൊക്കെ കുറച്ച് അത്യാവശ്യം ബുള്ളിയും ട്രോമസും ഒക്കെ ഉണ്ടായിരുന്നു. 10ലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എന്നെ എടുത്തിട്ട് സ്ഥിരം എടുത്തിട്ട് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ സ്റ്റേജിൻ്റെ ഫ്രണ്ടിട്ടൊക്കെ എടുത്തിട്ട് ഒരു കാര്യം റീസണൊന്നുമില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും എടുത്തിട്ട് അടിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഹോപ്പില്ലാത്ത ഒരു സൂയിസൈഡ് ടെൻഡൻസി ഹൈപ്പറായിട്ടുള്ള ഒരാളായിരുന്നു. അത് കാര്യം ലൈഫ് അങ്ങനെയാണ് ഞാൻ ജീവിച്ചതും. മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്, മെയിൻ ഡോക്ടറാണ്. പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞ മെയിൻ ഡോക്ടറാണ്. സോ നീ എന്തിനാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്, നിനക്ക് ഡയാലിസ് ചെയ്തിട്ട് മരിച്ചങ്ങ് പോയാൽ പോലും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അമ്മ കൂടെ ഇരിക്കുകയും അമ്മയ്ക്ക് ആസ്മ ഉണ്ടായിരുന്നു. ബട്ട് ഷീ ടേക്ക് കെയർ ഓഫ് മീ. അമ്മ എന്നെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഷീ ഈസ് ദ റീസൺ, ഷീ ഈസ് ദ ഓൺലി വൺ റീസൺ. അവർ പറഞ്ഞു നിനക്ക് ഈ ഒരു ചോയ്സ് ഉണ്ട്, പക്ഷെ അത് ചൂസ് ചെയ്തൊരു കുഴപ്പമൊന്നും നിനക്ക് കുറച്ച് നാളെ ജീവിക്കാൻ പറ്റുള്ളൂ, പക്ഷേ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ഗ്രാജുവലി ഞാൻ ഡൈയിങ്ങിലാണ്, മനസ്സിലായി. ഇപ്പോഴും ഞാൻ ഡൈയിങ്ങിലാണ്. ബട്ട് ഐ എം ഫൈൻ വിത്ത് ദാറ്റ് ബിക്കോസ് ഐ ഹാവ് എ ഡ്രീം. ഇപ്പോൾ എനിക്കതുണ്ട്. ഫൈൻഡ് യുവർ വേ, വാട്ട് എവർ യു വാണ്ട്, ഫൈൻഡ് യുവർ വേ. ഒരിക്കലും മിണ്ടാതിരിക്കരുത്, പുഷ് യുവർ ലിമിറ്റ്സ്. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ ഒരുപാട് മടിയുള്ളവരുമാണ് നമ്മൾ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നാളെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒരു സ്ഥാനത്ത് വളരെ മാതൃകയായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. തൻ്റെ 83% ഡിസബിലിറ്റീസിനെയും വെറും 17% എബിലിറ്റീസ് കൊണ്ട് തരണം ചെയ്ത് ഓവർകം ചെയ്ത് വിജയത്തിലെത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മറ്റാരുമല്ല, ശ്യാം കുമാർ. ശ്യാമാണ് എന്നോടൊപ്പം ഉള്ളത്. ശ്യാം, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോൾ ശ്യാമിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നതിന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ മലയാളികൾക്കെല്ലാം അഭിമാനമാണ് ശ്യാം. ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചതിൽ. അപ്പം ശരിക്കും ശ്യാമിൻ്റെ ലൈഫ് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ശ്യാം അത്രത്തോളം ഒരു വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ എത്രത്തോളം ഹാപ്പിയാണ് ലൈഫിൽ? ഹാപ്പിക്ക് അപ്പുറത്ത് ഇപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ട്, ഇപ്പോൾ ഒരു ഡ്രീം ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. ഞാൻ ഹാപ്പി ആവുന്നതോ അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആവുന്നതൊക്കെ ഭയങ്കര കുറവാണ്. ഒരു നംനെസ് ലെവലിലാണ് ജീവിക്കുന്നതൊക്കെ. സോ ഐ എം ഹാപ്പി ദാറ്റ് ഐ ഗെറ്റ് ലൈക്ക് ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഹോപ്പ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പം ശ്യാമിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു 10-16 വർഷം
ഒരു ആശുപത്രി അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും സ്കൂൾ കണ്ടിട്ടുള്ളത്. അപ്പം വീടും ആശുപത്രിയൊക്കെ ആയിട്ട് മാത്രം ജീവിച്ചു പോയൊരു സാഹചര്യമാണ്. അതേപ്പറ്റി ഒന്ന് പറയൂ. ഓക്കെ, ജനിച്ച 19 വയസ്സിലാണ് എനിക്ക് ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് ആദ്യമേ അമ്മ കൊണ്ടുവന്ന് പുറത്ത് കാണിച്ചപ്പം, എന്നെ കുട്ടിയായിട്ട് പുറത്ത് കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഇന്ന അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. കാലിനം മടങ്ങിയിരിക്കുന്നു, ഒരു ടെസ്റ്റോസ്റ്ററോൺ ഇല്ല, കാണാനില്ല, എനിക്ക് 3 കിഡ്നി ഉണ്ട്, ബൈ ബർത്ത് 3 കിഡ്നി ഉണ്ട്, അതുപോലെ സ്പൈനൽ ട്യൂമർ ഉണ്ട്, സ്പൈനൽ സ്കോളിയോസിസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും അബ്നോർമാലിറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അമ്മയെ സംബന്ധിച്ച് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും അമ്മയുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടി എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് എല്ലാം ഉണ്ട്. സോ ആ ഒരു എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്നതിനപ്പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് തോന്നിയ ഒരൊറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ റൂമിനകത്ത് നിന്ന് പുറത്ത് വരുതായിരുന്നു എന്നുള്ളൊരു സംഭവമായിരുന്നു. ബട്ട് വാട്ട് എവർ ഹാപ്പൻസ്, പുറത്ത് വന്നേ പറ്റൂ, ജീവിച്ചേ പറ്റുള്ളൂ, ഈ ഒരു സ്ട്രഗിളിൽ ജീവിച്ചേ പറ്റൂ. പക്ഷേ ഫാമിലി ബേസ് ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളതോ അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ട് സോണിലും ജീവിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഫാമിലി ഉള്ളത് പുള്ളി അതിൽ വന്ന ആളുമല്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, പിന്നെ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യേണ്ട ഒരു കാര്യം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. എൻ്റെ ഡെയിലി ആദ്യത്തെ 19 ദിവസത്തിലാണ് ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 8 വയസ്സായപ്പോൾ 12 സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പൈനൽ ട്യൂമർ റിമൂവ് ചെയ്യുന്നതും അത് ചെയ്ത ശേഷം 3 വയസ്സിലാണ് റിമൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ ന്യൂറോളജിക് ബ്ലാഡറിനെ ബ്ലാഡറായിട്ട് അഫക്റ്റ് ചെയ്തു. അതിനുശേഷം 3 വയസ്സിന് ശേഷം എനിക്ക് ബ്ലാഡർ വലുതായിട്ടില്ല. പിന്നെ നെർവ്സ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡായി, ഗ്രോയിങ് ചെയ്യുന്ന സ്റ്റോപ്ഡായി. അപ്പം നെർവസ് സിസ്റ്റവും എനിക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. പിന്നെ ഈ യൂറിൻ ലീക്ക് ആവുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ന്യൂറോളജിക് ബ്ലാഡർ ആയതുകൊണ്ട് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് ലീക്ക് ആവുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഈ 3 കിഡ്നി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. തിരിച്ച് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും, ഈ ഡ്യൂപ്ലെക്സ് സിസ്റ്റം എന്ന് പറയുന്നത്, അതിൽ റിഫ്ലക്സ് ആയിട്ട് യൂറിൻ പോകുന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ മെഡിക്കൽ ട്രെയിനിങ്സ് ഉണ്ട്, അത് ഉറപ്പായിട്ടും മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. അപ്പം യൂറിൻ റിട്ടേൺ ആയിട്ട് ബ്ലാഡർ വരുന്ന യൂറിൻ തിരിച്ച് കിഡ്നി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് വന്നിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഓരോരോ ചലഞ്ചസ്, ഇപ്പം ഞാൻ 5 വയസ്സ് തൊട്ടാണ് യൂറിൻ ട്യൂബ് ഇട്ടെടുക്കുന്നത്. അതിന് മുന്നേ വരെ ഈ സൈഡിലൊരു ഇടുപ്പിൻ്റെ ഒരു ഭാഗത്തൊരു യൂറിൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹോൾ വഴി യൂറിൻ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പോകുന്നതും LKG ഒക്കെ പഠിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ചൈൽഡ്ഹുഡ് എന്ന് പറയാനായിട്ടൊക്കെ കുറച്ച് അത്യാവശ്യം ബുള്ളിങ് ട്രോമാസും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കോർണറിലിരുന്ന് പഠിച്ചു വന്നത്. അപ്പം എല്ലാം ഒരു 5 to 15 മിനിറ്റ്സ് ഒക്കെ എപ്പോഴും തുണി മാറ്റി വെക്കണം. കുടിക്കുന്ന വെള്ളം കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ട് അതുപോലെ റിലീസ് ചെയ്യണം, ബ്ലാഡറിൽ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ബിഗിനിങ് ഞാൻ സ്റ്റേജിൽ അനുഭവിച്ചിരുന്ന വലിയ കാര്യങ്ങൾ. അത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. ഒരു കൊച്ചുകുട്ടി, ഒരു 5 വയസ്സുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടി ഒരിക്കലും യൂറിൻ ട്യൂബ് ഇടാനൊന്നും പറ്റുന്നൊരു കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പം അങ്ങനെ അമ്മ കൂടെ ഇരിക്കുകയും, അമ്മയ്ക്ക് ആസ്മ ഉണ്ടായിരുന്നു. ബട്ട് ഷീ ടേക്ക് കെയർ ഓഫ് മീ എവരിവെയർ. അമ്മ എന്നെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അമ്മ എന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഷീസ് ദ റീസൺ, ഷീസ് ദ ഓൺലി വൺ റീസൺ. ആൻഡ് അപ്പം അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ്, അതാണ് തുടക്കത്തെ സ്റ്റാർട്ടിങ്. പിന്നെ അങ്ങോട്ട് പിന്നെയും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനിച്ച ഉടൻ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 19ാമത്തെ ദിവസം തന്നെ ഒരു സർജറി വരുമ്പോഴത്തേക്കിന് അമ്മ പറഞ്ഞൊക്കെ അറിയാമായിരിക്കുമല്ലോ, എന്തിനുള്ള സർജറി ആയിരുന്നു ആദ്യം? എനിക്ക് ആക്ച്വലി യൂറിൻ പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സർജറി ആയിരുന്നു. പക്ഷേ അത് മൈൽഡ് സർജറി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ള എല്ലാം മേജർ സർജറീസ് ആണ് ചെയ്തിരുന്നത്. പൊക്കിളിന് താഴെ അവിടെ ക്ലോസ് ചെയ്തിട്ട് അതിന് മുന്നേ ഒരു 5 ഇയേഴ്സിന് മുമ്പേ പൊക്കിളിന് താഴെയായിട്ടൊരു ഹോൾ ഇട്ടിട്ട് ഈ സെയിം പ്രൊസീജിയർ ചെയ്തിരുന്നു. അപ്പോഴും ഈ യൂറിൻ ട്യൂബ് ഇത് ചെയ്യുന്ന ഒരു പിന്നെ ഇപ്പം നോർമലി ആസ് എ ബോയ് എങ്ങനെയാണ് ജെനിറ്റിലൂടെ യൂറിൻ പാസ് ചെയ്യുന്നത്, അതുപോലെയാണ് ഞാൻ ട്യൂബ് അതിലൂടെ ഇട്ടിട്ടാണ് പാസ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇടുമ്പം പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു ഭയങ്കര സിലിക്കോൺ ടൈപ്പ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു നമ്മളൊരു യൂസ്ഡ് ടു ദാറ്റ് എന്നുള്ള ലെവലിലുള്ളൊരു സാധനം എന്നല്ല യൂസ് ചെയ്യുന്നത്. അപ്പം വളരെ ചീപ്പായിട്ടുള്ള, വളരെ വിലക്കുറവുള്ള, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ട്യൂബ്സാണ് ഉള്ളിലോട്ട് ഇടുന്നത്. CAG എന്ന് പറയുന്നത് നമുക്ക് എല്ലാ 2 മണിക്കൂർ ഇട്ട് ചെയ്യണം. അപ്പം ഒരു ട്യൂബ് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കളയേണ്ടി വരും. അപ്പം അതുപോലെ നമുക്കന്ന് അതിനുള്ള പോസിബിലിറ്റീസ് ഇല്ലായിരുന്നു. അപ്പം എല്ലാ 3 ദിവസം കൂടുന്നവരെ ഒരു ട്യൂബ് മാറുന്നു. അത് ഭയങ്കര ഇൻഫെക്ഷൻ റിസ്ക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം യൂസ്ഡ് ടു ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻസും കാര്യങ്ങളിലോട്ട് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമിൻ്റെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു 8 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് സമ്മതം വാങ്ങിച്ചിട്ട് നമ്മൾ കാലിന് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ വന്നപ്പോഴത്തേന് അത് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഒരു 8 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇപ്പം ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ഒരു 8ാമത്തെ വയസ്സിലൊക്കെ ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അത്രത്തോളം നമ്മൾക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് ഒരിക്കൽ ശ്യാം പറഞ്ഞിട്ടുണ്ട്, എന്നിൽ സമ്മതം വാങ്ങിച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നുള്ളൂ. അപ്പം അത്രയും വലിയൊരു
ചെറിയ കുട്ടി അത്രയും വലിയ തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കുമല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ആ തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിന് മുന്നേ, ആ ഒരു സർജറിക്ക് മുന്നേ അറൗണ്ട് ഒരു 8 വയസ്സായപ്പോഴാണ് ആ സർജറി ചെയ്യുന്നത്. അതിന് മുന്നേ അറൗണ്ട് ഒരു 11 സർജറീസ് ചെയ്തിട്ടുണ്ട്. 11ഓളം സർജറീസ് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇത്രയും സർജറീസ് ചെയ്യുന്നതിലൂടെ എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ടാണ് നടന്നിരുന്നത്. അപ്പം അമ്മയ്ക്ക് ആസ്മയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പം എൻ്റെ ഒരു നാട് വന്നിട്ടൊരു ഹൈലി ടെറൈൻ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അമ്മ എന്നെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ആ ആസ്മയുടെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടും. ബിക്കോസ് അമ്മ ബ്രീത്ത് ചെയ്യേണ്ട ഡിഫിക്കൽട്ടി എനിക്ക് മനസ്സിലാവും. അതിൽ നിന്നാണ് ആ ചേഞ്ചസ് ഞാൻ വരുത്തുന്നത്. ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നതിന് കാരണം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ഇങ്ങനെ ഒരു കാര്യം അറിയുന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നൊരു പോയിന്റിലാണ് ഞാൻ പറയുന്നവർക്ക് എൻ്റെ കാലം മുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ നടന്നില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാലം നടന്നാലും കുഴപ്പമില്ല, എനിക്ക് ഐ വോണ്ട് ടു ബി ലോൺ, ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ആക്സെപ്റ്റിലാണ് ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത്, കാലം മുറിച്ച് മാറ്റണം എന്നുള്ള രീതിയിൽ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു ഡിസിഷൻ ആയിരുന്നു. കാര്യം അത് ചെയ്തതിന് ശേഷം ഒരു 41 സ്റ്റിച്ചസ് എൻ്റെ കാലിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 11 days ആയപ്പോഴത്തേക്കും ഞാൻ കാല് വെച്ച് ഒരു തടിയൊക്കെ ഇട്ട് ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ളൊരു കാല്, വുഡ് കൊണ്ട് മേക്ക് ചെയ്തൊരു കാല് വെച്ചിട്ടൊരു 3 days കൊണ്ട് ഞാൻ ഫുൾ ഈ പറഞ്ഞ ഗ്രൗണ്ട് ട്രെയിനിങ്ങും എല്ലാം ഫിനിഷ് ചെയ്ത് നടക്കാനൊക്കെ ഫിസിയോതെറാപ്പിൻ്റെ അടുത്തുനിന്നൊക്കെ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനൊരു കുട്ടി ഇങ്ങനെ ലെവലിൽ വന്നിട്ട് ഇത്രയും സ്റ്റിച്ചസും വെച്ച് നടക്കുക എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ. ബിക്കോസ് ഇത്രയും ഒരു പെയിനും ഉണ്ട്. ഇപ്പം ഞാൻ ആൾറെഡി പെയിനുമായിട്ട് യൂസ്ഡ് ആണ്. ബട്ട് ഈ ഒരു പേഴ്സ്പെക്റ്റ് നിന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. 3rd day ശേഷം ബാക്കിയെല്ലാം ഞാൻ ഇതായിട്ടാണ് നടന്നത്, നോർമലി കോൺഫിഡൻ്റ് ആയിട്ടാണ് നടന്നത്. ശേഷം പിന്നെ ബാക്ക് ടു പിന്നെ വന്നിട്ട് പിന്നെ ആ ഒരു കാലം നമുക്ക് എന്തായാലും നോർമൽ യൂസിന് പറ്റത്തില്ല. അപ്പോൾ അത് ഗ്രാജുവലി കുറച്ച് നാൾക്ക് ശേഷം ഇവർ അളവൊക്കെ എടുത്ത് പിന്നെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നതനുസരിച്ച് സീനിയോറിറ്റി ബേസ്ഡ് കിട്ടി. അതിൽ പിന്നെ നടന്നു തുടങ്ങി. പക്ഷെ അത് സ്റ്റിൽ വെയിറ്റ് ആയിരുന്നു. സ്കോളീസസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് കൂടാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടതിൽ നിന്നാണ് നമുക്ക് ആ ഡിസിഷൻ വന്നത്. അപ്പം ആ ഒരു കാലം മാറ്റിയാൽ മാത്രം നമുക്ക് നടക്കാനൊക്കെ പറ്റും. കാര്യം മറ്റു കാലം മടങ്ങിയിട്ട് ബട്ടക്സ് ആയിട്ട് ഒട്ടിയിരുന്നു. അപ്പോൾ അത് നമുക്ക് നിവർത്തിയെടുത്തപ്പോഴും ഈ നീഡ് ആ ഒരു പോർഷൻ വന്നിട്ട് നെർവ്സ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയി ഭയങ്കരമായിട്ട് കൺജസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ജപ്പാൻ പോലുള്ള കൺട്രീസിൽ പോയിട്ട് പിന്നെ ഒരു ഡീറ്റെയിൽ ലെവലിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പം പോസിബിൾ ആകുമെന്നുള്ളത്. പക്ഷേ നമ്മൾ അന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്തത്. അതെ. അപ്പം അതിനുശേഷം അതായത് നമ്മൾ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണം, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നത് ഏതൊരു പോയിന്റിലാണ്? എനിക്ക് 16 വയസ്സുള്ളപ്പോഴായിരുന്നു. അപ്പോഴാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് സൈക്ലിങ്ങിലോട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പെൻഷൻ പൈസ എനിക്ക് കിട്ടുന്ന കാലിൽ ഇതായിട്ട് കിട്ടുന്ന പെൻഷൻ പൈസ കൂട്ടി വെച്ചിട്ടൊരു 4 months കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഒരു സൈക്കിൾ മേടിക്കുന്നത്. അതൊരു 1 week എടുത്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടാണ് പിന്നെ ഫസ്റ്റ് ഒരു 100 meters ചവിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്നൊരു 5 മണിക്കൂറിൽ 100 kilometers ചവിട്ടുന്ന ലെവലിലോട്ട് മാറുന്നൊരു 3 years കൊണ്ട് മാറുന്ന ലെവൽ ഓഫ് രീതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്വിമ്മിങ്ങും പിന്നെ തെങ്ങേറാൻ കാല് വയ്ക്കാണ്ട് തെങ്ങേറാനും അതുപോലെ മൗണ്ടനിയറിങ്ങും സ്കേറ്റിംഗ് ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അച്ചീവ് ചെയ്തു. ഓരോ ഗോൾസായിട്ട് അല്ല സ്കിൽസ് ബേസ്ഡ് ആയിട്ട് ഞാൻ അച്ചീവ് ചെയ്തു. ബട്ട് കോൺസെൻട്രേറ്റഡ് ഓൺ സൈക്ലിംഗ് ആയിരുന്നു. അതിനകത്ത് കുറേ സ്ട്രഗിൾസും എല്ലാം ഉണ്ട്, ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ നമ്മൾ നോർമൽ ആളുകൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കിന് 4 സൈഡിൽ നിന്ന് ഉപദേശവും മറ്റേ അതൊന്നും ചെയ്യണ്ട എന്നുള്ള ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും കാണും. അപ്പോൾ ഓഫ് കോഴ്സ് ശ്യാം ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ശ്യാം എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴേ ആദ്യം എനിക്ക് തോന്നും ഫാമിലിയിൽ നിന്ന് തന്നെ എന്തായാലും ഒരു എതിർപ്പ് ഉണ്ടാവും. കാരണം അവർ മറ്റേ നെഗറ്റീവ് സൈഡൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സ്നേഹമായിരിക്കാം അത്. കാരണം മകൻ ഇങ്ങനെ പോകാൻ പാടില്ല അല്ലെങ്കിൽ അയ്യോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കും. അപ്പോൾ പല സൈഡിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അമ്മയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടാകും. കാര്യം ഇത്രയും സർജറീസ് 12 സർജറീസ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എവിടെ വീണാലും എന്ത് പറ്റിയാലും എല്ലാ മേജർ സർജറീസാണ് ചെയ്തിട്ടുള്ളത്. സ്പൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്തിട്ടുണ്ട്. സ്പൈനൽ ട്യൂമർ റിമൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരിക്കലും ഈ പറഞ്ഞൊരു വീഴ്ച അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എക്സ്പോഷറൊക്കെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് അമ്മയ്ക്ക് നല്ല ഒരു ബോധ്യമുണ്ട്. ബിക്കോസ് അമ്മ അത്രയും ടേക്ക് കെയർ ചെയ്തിട്ടാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചത്, ആ ഒരു സമയത്ത് പോലും എത്തിച്ചത്. അപ്പം ഇങ്ങനൊരു ചോയ്സിനോട് അമ്മയ്ക്ക് ഭയങ്കര ഒരു എതിർപ്പുണ്ടായിരുന്നു. ബട്ട് പിന്നീട് ഞാൻ പഠിച്ചു എന്നുള്ളപ്പോഴേക്കും സന്തോഷമായി. അതിന് നാട്ടുകാർ ഒരു സൈഡിൽ ഭയങ്കര രീതിയിലുള്ളൊരു റിജക്ഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ വിടുന്നതൊന്നും ഇത് എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ വീഴുന്നത് കാണുന്ന ഒരു സൈഡും മേ ബി അവർക്ക് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ അവർ പറഞ്ഞ് അപ്പം ഞാൻ പകല് ഞാൻ സൈക്കിൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാത്രി പെടുത്തും സൈക്ലിംഗ് പെടുത്തും. അപ്പോൾ പിന്നെ ആരും കാണത്തില്ല, പിന്നെ ഞാൻ എല്ലാവരും ഉറങ്ങുമല്ലേ. അപ്പോൾ അങ്ങനെ വീണാലും ആരും കാണാൻ പോകുന്നില്ല. അങ്ങനെ ഒരു 1 വീക്കോളം എടുത്തിട്ടാണ് ഞാൻ സൈക്ലിംഗ് പഠിക്കുന്നത്. സൈക്ലിംഗ് പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞൊരു ചേഞ്ചസ് വരുത്തി ആ ലെവലിലോട്ട് എത്താൻ പറ്റും. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? കാരണം ഇത്രയും നമുക്ക് ഹോസ്പിറ്റൽ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കുഞ്ഞിലെ മുതൽ ഒരുപാട് ചെലവുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പം അവരൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ സോഴ്സ് എങ്ങനെയാണ്? അമ്മ ഇടയ്ക്ക് എനിക്ക് അന്ന് മുതൽ ഈ ഒരു അടുത്ത കാലത്ത് വരെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിന് മുന്നേയും അങ്ങനത്തെ ഒരു സ്റ്റെബിലിറ്റിയിലോ, അല്ലെങ്കിൽ ഞാൻ +2 വരെ പഠിക്കുമ്പോഴും കറണ്ടൊന്നും വീട്ടില്ലാത്തൊരു വീട്ടിലാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അത്രയും ഇതായിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. കൂടുതലും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ആക്സെപ്റ്റ് പോകുന്ന എൻ്റെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ 12 സർജറിയോളം എൻ്റെ അച്ഛനെ കൊണ്ട് പറ്റി. പക്ഷേ അച്ഛൻ സ്റ്റില്ലൊരു മദ്യപാനിയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, അതിലൊരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അമ്മ മാത്രമാണ് എനിക്ക് കംഫർട്ടബിളും എനിക്ക് ഒരു സോഴ്സ് ഓഫ് ഇമോഷൻ എന്ന് പറയാനായിട്ട്, എനിക്ക് നല്ലതെന്ന് പറയാനായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം ഈവൻ സ്കൂളാണെങ്കിലും വീടാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഭയങ്കര ഒരു എക്സ്ട്രീം ഒരു സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മയൊക്കെ എന്തായാലും ഒരുപാട് എതിർത്തെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു സമയം മുതൽ എന്തായാലും അവർ ചിന്തിച്ചു തുടങ്ങുമല്ലോ, മകനെ കൊണ്ട് പറ്റും. കാരണം അതിനൊരു പുഷിങ് ലിമിറ്റ്സ് എൻ്റെ നിന്നാണ് ഉണ്ടായത്. കാര്യം എന്നെ കണ്ട് വളർന്ന് എൻ്റെ കൂടെ ജീവിച്ച് എന്നെ അത്രയും സർജറി ആയിട്ട് എക്സ്പോഷർ കൊടുത്തിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പം അവർക്കുണ്ടാവുന്ന മെൻ്റൽ സ്റ്റെബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇങ്ങനെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ റിസ്കിനൊക്കെ അപ്പുറം, ഇപ്പം സൈക്ലിംഗ് ചെയ്യുന്ന ഒരു നോർമൽ ആളെ കുറിച്ച് അത്ര റിസ്ക് ഇല്ല. പക്ഷേ ഇത്രയും കിഡ്നിയുടെ പ്രശ്നങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഓവർ തിങ്കിങ് അമ്മയ്ക്ക് നല്ല രീതിയിലുണ്ട്. ബിക്കോസ് ആ ഒരു ടൈമിലേക്ക് എനിക്ക് ഒരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാഡർ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഒരു കുടലിൻ്റെ ഒരു പാർട്ട് ബ്ലാഡറിൽ വെച്ചിട്ട് വലുതാക്കുന്ന ഒരു സർജറി. അത് ആക്ച്വലി ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള സർജറി ആയിരുന്നു. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോറി തന്നെ ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി ചെയ്തതിന് ശേഷം ഒരു റിസ്ക് വന്നതിന് എനിക്ക് യൂറിൻ ട്യൂബ് 5 hours മുകളിൽ എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല. 5 hours എനിക്ക് എടുത്തിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഒക്കെ എൻ്റെ ലൈഫിൽ വരുന്നു. ഞാൻ ജ്യൂസ് തുടങ്ങിയെങ്കിലും ഇപ്പോഴാണ് റിസ്ക് ആയത്, ആ ഒരു ടൈമിലാണ് റിസ്ക് ആയത്. അപ്പം സപ്പോസ് ഞാൻ എവിടെയെങ്കിലും വീണുവെങ്കിലോ എന്തെങ്കിലും പറ്റി ഒന്ന് ഇതായിപ്പോയെങ്കിലും എന്താ പറയുക, ഇങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഓഫ്കോഴ്സ് അപ്പോൾ അവിടെ കിടന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഹൂ കേസ്. അപ്പം ആ ഒരു സാധനം ഉണ്ട്. അങ്ങനൊരു വലിയൊരു ഓവർ തിങ്കിങ് അമ്മയ്ക്ക് ഉള്ള ആളാണ്. അത് തെറ്റ് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഷീ യൂസ്ഡ് ടു ദാറ്റ്. അപ്പം അതിൽ നിന്നാണ് ഞാൻ പുഷ് ചെയ്യുന്നത്. കാര്യം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാലേ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുള്ളൂ. അമ്മയുടെ ലൈഫ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞാൽ അമ്മ ജീവിക്കണം, അല്ലെങ്കിൽ അമ്മ കഴിഞ്ഞാൽ ഞാൻ ജീവിക്കണം എന്നുള്ളൊരു സൈഡ് ഉള്ളു. അതൊരു ഭയങ്കര ഒരു എക്സ്ട്രീം സൈഡാണ്. അപ്പം അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം ഞാനാണ്. അവിടെ ഞാൻ തന്നെയാണ് എൻ്റെ സ്വയം കാലിൽ നിൽക്കേണ്ടതും എൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കേണ്ടതൊക്കെയുള്ള. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ്ങിലാണ് ഈ സൈക്ലിങ്ങിലൂടെ വരുന്നത്. സൈക്ലിങ്ങിൽ വന്ന് പയ്യെ വരെ ഒന്ന് ഇതുമായിട്ടൊരു എൻവയോൺമെൻറ്റുമായിട്ട് എൻ്റെ ഒരു പുഷിങ് ലെവലിലോട്ട് അക്സെപ്റ്റ് ചെയ്യിക്കുന്ന ലെവലിലോട്ട് ഒരു വലിയ രീതിയിലൊരു ടൈം എടുക്കേണ്ടി വന്നു. ഒരു ഗ്രാഫ് ഓഫ് ഇതെടുക്കേണ്ടി വന്നു, എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് അവർ ചേഞ്ച് ആവണം, എന്നാലേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഞാൻ വീട്ടിനകത്തിരിക്കേണ്ട 16 വർഷം വീട്ടിനകത്തിരുന്നൊരു കുട്ടിയായിരിക്കും ഇപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇപ്പം അച്ഛൻ മദ്യപാനി ആയിരുന്നു പറഞ്ഞല്ലോ. ഇപ്പം പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, സിറ്റുവേഷനെ വെച്ചിട്ട് ഇപ്പം ഞാനിങ്ങനെ ആയതിന് കാരണം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഞാനിപ്പോൾ മദ്യപിക്കുന്നതെന്ന് പറയുന്ന പലരും, അതായത് അവരുടെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെ മദ്യപാനം കൊണ്ട് മറച്ചു പിടിക്കുന്ന കുറേ നമുക്ക് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മദ്യപാനശീലം, അതായത് ഇങ്ങനെ ഒരു അവസ്ഥയെ കൂടെ ഒക്കെ ശ്യാമും കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണോ, എന്തായിരുന്നു? അതായിരുന്നു മെയിൻ റീസൺ അതായിരുന്നു. പിന്നീട് അതിന് മുന്നേ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു, നോട്ട് ലൈക്ക് ഒരു പെർമനന്റ് ലെവലിലൊന്നും അല്ല. പിന്നെ ഞാൻ ജനിച്ചതായിരുന്നു എല്ലാവർക്കും ഒരു ഭയങ്കര ഷോക്കായിരുന്നു. ആരും എക്സ്പെക്ട് ചെയ്തൊരു കുട്ടിയല്ല വന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ടോർച്ചർ ലെവൽ എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ. ഓഫ്കോഴ്സ് അത് വരും. അപ്പം അതെല്ലാം അതൊരു വലിയൊരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്നെ നോക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യണം. സ്റ്റിൽ അച്ഛൻ ഇങ്ങനെ അതിൻ്റെ ഒരു ആക്സെപ്റ്റ് ഉണ്ട്. പിന്നെ അമ്മ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ എനിക്ക് ആപ്പടെ ഒരു സംസാരിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സൊസൈറ്റി ഉള്ളത് ഡോക്ടേഴ്സാണ്. ബാക്കി എല്ലാവരും ഡോക്ടേഴ്സും നേഴ്സും ഒക്കെയാണ്. ബാക്കി എല്ലാവരും എനിക്കൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്കൊരു രീതിയിലുള്ള കോൺടാക്ട്. ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം എൻ്റെ കണ്ടീഷൻ എന്താണ്, ഞാൻ അനുഭവിക്കുന്നത് എന്താണ്.
അപ്പം ബാക്കി സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂറിൻ നനഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ അടുത്തിരിക്കാനോ ഒന്നും പറ്റത്തില്ല. ബിക്കോസ് അത് ഞാൻ കുറ്റം പറയുന്നില്ല, കാര്യം അവരുടെ ആ ഒരു സ്മെല്ല് ടോളറൻസ്, ഇപ്പം ഞാനാണെങ്കിലും ഒരാളുടെ അടുത്തൊരു സ്മെല്ലുള്ളവരുടെ അടുത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടോളറൻസ് എന്തായാലും ആ ഒരു കൊച്ചു കാലത്ത് തൊട്ട് എന്തായാലും പിള്ളേർക്ക് ഉണ്ടാവും. അതുപോലെ ഈ കാലിൽ ഒരു ഏലിനേറ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു സംഭവം എല്ലാ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സോ അതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ബട്ട് അതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ കൂടുതൽ അനുഭവിച്ചത് ഈ പറഞ്ഞ പെയിൻ എന്നുള്ളൊരു ആക്സെപ്റ്റിലാണ്. അതായിരുന്നു എന്നെ ഒരുപാട് ചേഞ്ച് ചെയ്യിപ്പിച്ചതൊക്കെ. അതെ. ഇപ്പം ഈ ഒരു കുഞ്ഞു കുട്ടി ഇപ്പം നോർമൽ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പം അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കിനും ഇപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കുഞ്ഞുങ്ങളാണ്, അവർക്കും അറിയില്ല. അവർ ചിലപ്പോൾ വലുതായിട്ട് കൂടി എനിക്ക് ഇതുപോലെ ബുള്ളിങ് ഒരു പരിധിക്കപ്പുറം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 10ലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എന്നെ എടുത്തിട്ട് സ്ഥിരം എടുത്തിട്ട് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ലാതെ ഒരു റീസൺ ഇല്ലാതെ എടുത്തിട്ട് അടിച്ചോണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അതിന് മുന്നേ ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വൈകിട്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ഈ യൂറിൻ നനഞ്ഞ ആ ടേബിളൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ക്ലീൻ ചെയ്തിട്ടൊക്കെ വരുന്നത്. അപ്പം അതിന് മുന്നേയും ഈ പറഞ്ഞ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിട്ടൊക്കെ എടുത്തിട്ട് ഒരു കാര്യം റീസൺ ഒന്നും ഇല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും എടുത്തിട്ട് അടിക്കുമായിരുന്നു. അമ്മ സ്ഥിരം വന്നിട്ട് അതായത് എൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ എന്നൊരാൾ അടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊന്ന് സംസാരിക്കാൻ പറ്റും, പക്ഷെ ഞാനത് തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അവിടെ സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. അത് അമ്മയ്ക്ക് ഭയങ്കര ഒരു ശീലമായ ലെവലിലോട്ട് അവർ ചെയ്യാൻ തുടങ്ങി, റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം സ്ഥിരം അമ്മ സ്കൂളിൽ വരുന്നു, ഇത് തന്നെയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റൊട്ടീൻ പോലെയായി. പിന്നെയാണ് ഞാൻ പറഞ്ഞു, അമ്മ ഇനി കാര്യം എനിക്ക് എനിക്ക് ഈ അടി കൊള്ളുന്നതും പെയിൻ അനുഭവിക്കുന്നതും ഒരു പുതുതായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ അതിൻ്റെ പെയിനൊന്നും എനിക്കൊന്നും ചെയ്യാനും പോകുന്നില്ല, അതൊന്നും എനിക്ക് അങ്ങനെ ഏൽക്കുന്നൊരു ലെവലൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇനി റിയാക്ട് ചെയ്യും, അമ്മ എനിക്ക് നിന്ന് കരയുന്ന എനിക്ക് കാണാൻ പറ്റത്തില്ല, ഞാൻ റിയാക്ട് ചെയ്യും, ഏതൊക്കെ ടീച്ചേഴ്സ് വന്ന് പറഞ്ഞാലും ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ +1 +2 ഒക്കെ ആയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, ആരും ആ ഒരു ലെവലിലുള്ള ആൾക്കാരൊന്നും. പിന്നെ പിന്നെ അപ്പോഴേക്കും ഞാൻ ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവാനുള്ള ലെവലിലോട്ടൊക്കെ പുഷപ്സും കാര്യങ്ങളും വർക്കൗട്ട്സൊക്കെ അന്നൊരു ആ ഒരു ഇതിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്രൈസൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് ബെറ്ററായി. എനിക്ക് തോന്നുന്നു ശ്യാമിൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും താങ്ങും തണലായിട്ട് നിന്നത് അമ്മയായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്യാമിനെക്കാട്ടൊരു വിൽ പവർ വേണം അമ്മയ്ക്ക്. കാരണം അത്രയും പേരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളും അച്ഛനുൾപ്പെടെ എല്ലാവരും അച്ഛൻ്റെ ഫാമിലി എല്ലാവരും കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കുമ്പോഴത്തേനും അതിനെയൊക്കെ തരണം ചെയ്ത് ശ്യാമിനൊപ്പം നിൽക്കാൻ അമ്മയ്ക്കൊരു വിൽ പവർ വേണം. അമ്മയ്ക്ക് എവിടെ നിന്നാണ് ആ ഒരു കരുത്ത് കിട്ടിയത്? എനിക്ക് തോന്നുന്നു അമ്മ പറയാറുള്ള സാധനം ഞാനാണ്, അതായത് റീസൺ ഞാനാണ്. കാര്യം അമ്മ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അമ്മ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ഒരു ബിലീവ്സിൻ്റെ പിറകെ പോയില്ല. എന്നെ ഒരു ബിലീവിൻ്റെ പിറകെ പോയിട്ട് അങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ടില്ല. അമ്മ ഒരു സയൻറ്റിഫിക്കൽ ലെവലിൽ തന്നെ പോയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം എണീറ്റിരിക്കുന്നതും ജീവിക്കുന്നത്. അപ്പം അതിലൊരു വലിയ റെസ്പെക്ട് എനിക്കുണ്ട് അമ്മയുടെ അടുത്ത്. ഇത് ഒരു ബിലീവിൻ്റെ പിറകെ പോയിട്ട് അല്ലെ കുളത്തിലോ ഇതിലും കൊണ്ട് മുക്കിയിട്ടൊക്കെ ശരിയാക്കുക എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ലെവലൊന്നും പോയിട്ടില്ല. ഇപ്പം ജനിച്ച അന്ന് മുതലേ ഈ ഒരു അമ്മയുടെ എല്ലാ വിശ്വാസങ്ങൾക്കും അപ്പുറമാണ് എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എനിക്കൊരു എൻവയോൺമെൻ്റ് ഉണ്ട്. ഞാൻ അന്ന് മുതൽ അമ്മയെ കാണുമ്പോഴും അമ്മയുടെ വിഷമങ്ങൾ മനസ്സിലാക്കുക എന്നൊരു തേർഡ് പെർസ്പെക്റ്റീവ് എനിക്കുണ്ടായിരുന്നു. അത് വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ട് അത് കൂടുതൽ വളർന്നു വന്നിട്ടുള്ള. അപ്പം അതിൽ നിന്ന് എനിക്കും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു രീതിയിലാണോ ആ ഒരു ഇൻസ്പിറേഷൻ ലെവലും മോട്ടിവേഷൻ ലെവലും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നതും ഒരു സ്കെയിൽ മുന്നോട്ട് വരുന്നത്. ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ 2 വേൾഡ് റെക്കോർഡാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ശ്യാമിനെ കൊണ്ട് തന്നെ പറയൂ. ശ്യാം പറയൂ. ഓക്കെ, ഈ വേൾഡ് റെക്കോർഡ് എടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സൈക്ലിസ്റ്റ് ആയിരുന്നു. ആൾസോ അതിന് വേണ്ടിയിൽ ഒരുപാട് ലൈഫ് ലോങ് മൊത്തം കഷ്ടപ്പെട്ട് ഒട്ടും ബിഗിനിങ് അല്ല എനിക്ക് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അതിൻ്റെ റിസ്കുകളും ഒട്ടും ബിഗിനിങ് അല്ല. അപ്പം ഞാനൊരു 12 hours ഒരു 230 kilometer 250 kilometer ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. ഈവൻ എനിക്ക് ഡയാലിസിസ് എന്നൊരു സിറ്റുവേഷനിൽ ഞാൻ 1000 kilometers in 6 days ചെയ്ത സമയത്ത് പോലും അതിലൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടന്നിട്ട് പാരാഒളിമ്പിക്കിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുമ്പോഴാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ട് ഞാൻ ബാക്ക് ടു ഒരു ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു എംപ്ലോയ്മെൻറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഹോപ്പില്ലാത്ത ഒരു സൂയിസൈഡ് ടെൻഡൻസി ഹൈപ്പർ ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് കാര്യം ലൈഫ് അങ്ങനെയാണ് ഞാൻ ജീവിച്ചതും. അതിൻ്റെ ഈവൻ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നത് പോലുള്ള സൂയിസൈഡ് അതായത് ടെമ്പററി പ്രോബ്ലംസിന് പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന രീതിയിൽ സൂയിസൈഡിനെ കാണുന്ന ഒരു ടെൻഡൻസി എനിക്ക് ഉണ്ടായിരുന്നു വളരെ കുഞ്ഞിലെ മുതൽ. ആ ഒരു നല്ലതെന്ന് പറയാനായിട്ട് അമ്മ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഇടപെടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റിൽ. അപ്പോൾ എൻ്റെ ചെറുകളുടെ കാര്യത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ സൊസൈറ്റിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും എനിക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും അതുപോലെയാണ്. അപ്പം
ഈ സൂയിസൈഡ് ടെൻഡൻസി എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് എനിക്ക് വന്നു. അപ്പം ഈ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഈ പറഞ്ഞ മെഡിസിൻ്റെ ഒക്കെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും പിന്നെ മെഡിസിൻ്റെ ട്രാൻസ്പ്ലാന്റേഷന് ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അതായത് സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. നോർമൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ലിവ് ലോങ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ നാൾ ലിവ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് ചെയ്യുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ സ്റ്റെറോയിഡ് ഫ്രീ അല്ല, സ്റ്റെറോയിഡ് എടുക്കുന്നുണ്ട്. അതായത് നോർമലി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ടോക്സിൻസ് കൊടുക്കുക ഫോർ ഇമ്മ്യൂണിറ്റി സപ്രസൻസ്, ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അല്ലെങ്കിൽ കിഡ്നി അവിടെ ഇരിക്കത്തില്ല. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കാൻ കൊടുക്കുന്ന മെഡിസിൻസ് ഹൈ ടോക്സിൻസ് ആണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സ്റ്റെറോയിഡ്സ് കൊടുക്കും. അതിന് മാത്രമേ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റെറോയിഡ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മസിൽസ് വീക്കായി പോകും, എനിക്ക് ഫിസിക്കലി ഒന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ ചോദിച്ചു, നിനക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ നിനക്ക് ഇതാണ് നിൻ്റെ ആഗ്രഹം, അപ്പം നീ ആൾറെഡി ഇത്രയൊരു എക്സ്ട്രീം ജീവിച്ചു വന്നു, അല്ലെങ്കിൽ ഇത്ര ഒരു പെയിനൊക്കെ ആയിട്ട് നീ ഒരു ഹോൾ വേഴ്സ് ലൈഫ് ജീവിച്ചിട്ടുണ്ട്. അപ്പം ഇനി മുന്നോട്ടുള്ള സർജറിക്കാണെങ്കിൽ റിസ്ക്കും കാര്യങ്ങളും എല്ലാം എക്സ്ട്രീം 100% ആണ്. അപ്പം അങ്ങനെ ലെവലിലാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് 3 വർഷത്തിന് ശേഷം. അതിൻ്റെ ഒരു സ്റ്റോറിയിൽ അവർ പറഞ്ഞു, നിനക്ക് ഈ ഒരു ചോയ്സ് ഉണ്ട്. അത് വേൾഡിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ചോയ്സ് ഉണ്ട്, സ്റ്റെറോയിഡ് ഫ്രീ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ അത് ചൂസ് ചെയ്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിനക്ക് കുറച്ച് നാളെ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അതായത് ഫിസിക്കലി നിനക്ക് പുഷ് ചെയ്ത് ചെയ്യാം. പക്ഷേ ബാക്കി എല്ലാ ലിമിറ്റേഷൻസും എല്ലാ നോർമൽ ട്രാൻസ്പ്ലാന്റേഷൻ ഉള്ള ആൾക്കാരെ പോലെ തന്നെ എനിക്കുണ്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൂടെ, അതിൻ്റെതായിട്ടുള്ള റിസ്ക്, മെഡിസിൻ റിസ്ക്കുകൾ, അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സുകൾ. പക്ഷേ ഇതൊക്കെ ഏൽക്കുന്ന എനിക്ക് ടെമ്പററി അല്ല, എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഏൽക്കും. മീൻസ് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നാൽ അത് പെർമനൻ്റ് ആയിട്ട് ഏൽക്കും. അതായത് ഗ്രാജുവലി ഞാൻ ഡൈയിങ്ങിലാണ്, മനസ്സിലായി. ഇപ്പോഴും ഞാൻ ഡൈയിങ്ങിലാണ്. ബട്ട് ഐ എം ഫൈൻ വിത്ത് ദാറ്റ് ബിക്കോസ് ഐ ഹാവ് എ ഡ്രീം. ഇപ്പോൾ എനിക്കതുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഹോപ്പില്ല. എൻ്റെ ആൾറെഡി ഉണ്ടായിരുന്ന എല്ലാ പാഷനും പോയി. അപ്പോൾ ആ ഒരു സീസൺ ടെൻഡൻസിൽ നിന്നാണ് ഞാൻ പിന്നെ എങ്ങനെ മരിക്കാം എന്നുള്ള ടെൻഡൻസിൽ നിന്നാണ് ഞാൻ പിന്നെ ഈ സ്കൈ ഡൈവിങ്ങിലോട്ട് എത്തുന്നത്. ബിൽഡിങ്ങിൽ ഇപ്പം ഞാൻ നോർമലി പോയി മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആൾക്കാർ തിങ്ക് ചെയ്യും ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും സൈക്ലിങ് അതും ഇതൊക്കെ ചെയ്തൊരു ഇതുള്ള, അല്ലെങ്കിൽ അന്നോട്ടെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ബെനിഫിറ്റ് ആകുന്നുള്ള രീതിയിലൊക്കെ അവരെൻ്റെ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് മോട്ടിവേറ്റഡ് ആയിരുന്നു, അവർക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആണെന്നുള്ളൊരു ഇത്. അപ്പോൾ അവർ നാളൊരു കാലത്ത് അല്ലെങ്കിൽ എന്നെ അമ്മയെ കുറ്റം പറയുന്ന ലെവലിലോട്ടൊക്കെ ഇങ്ങനൊരു കുട്ടി സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഒരു എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഒരു ഇതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതിനെ ജോക്ക്, ഒരു എക്സ്ട്രീം സംഭവം ചെയ്യുമ്പോഴത്തേക്ക്, ഒരു ബിൽഡിങ്ങിന് പോകുന്നൊരു എക്സ്ട്രീം ഒരു സംഭവം, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സപ്പോസ് വാലുവെടിയൊക്കെ വീണ് മരിച്ചു എന്നുള്ളൊരു ഇതാണെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. കാര്യം അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടാണ് അയാൾ പോകുന്നത്. പക്ഷേ ഞാൻ ഓക്കെ, അതൊരു ചെറിയ കാര്യമാണ്, അത് വേണ്ട, കുറച്ച് വലിയ സംഭവം ചിന്തിക്കാം. അങ്ങനെയാണ് എന്തായാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയൊക്കെ ജമ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കത് പോസിബിൾ അല്ല സൈഡ് ഡൈവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്നൊക്കെ നമുക്ക് അവരെന്തായാലും നമ്മൾ ലീഡ് ചെയ്തു. അപ്പോൾ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്താലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചോയ്സ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പിറകിലുള്ള ഇതിറക്കുന്നത്. പക്ഷേ ഒരിക്കലും ഒരു നോർമൽ സ്പോട്ട് പോലെയല്ല. നോർമൽ സ്പോട്ടിലാണെങ്കിൽ പോലും ഒരുപാട് ലോസും കാര്യങ്ങളും, ഇത്രയും ഹെൽത്ത് കണ്ടീഷൻ ഉള്ള ഒരാളെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉള്ള ഒരാളെ എടുക്കുന്നത് ഭയങ്കര ഒരു എക്സ്ട്രീം കാര്യമാണ്. പക്ഷെ അതൊരു എക്സ്ട്രീം സ്പോർട്സിനെ സംബന്ധിച്ച് ഭയങ്കര ലിമിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവർക്ക് സിമ്പിളി അവർക്ക് റിജക്റ്റ് ചെയ്ത് വിടാം, കാര്യം ഇത്രയും പ്രശ്നമുള്ള ആളാണ്. ബട്ട് ഞാൻ അവർക്ക് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാനൊരു അറൗണ്ട് ഒരു 100 സംതിങ് പ്ലസ് മെയിൽസ് അയച്ചു USPAക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ് പാരച്യൂട്ട് അസോസിയേഷൻ. അവർക്ക് മെയിൽസ് അയച്ചു. വൺസ് റിപ്ലൈ കിട്ടിയപ്പോൾ അതിലൊരു ബോർഡ് മെമ്പറാണ്, 7 ബോർഡ് മെമ്പേഴ്സിലുള്ള ഒരാളെ റിപ്ലൈ ചെയ്തു. പക്ഷേ ആദ്യം തന്നെ റിജക്റ്റ് ചെയ്തു. ദെൻ അഗെയിൻ ഞാൻ എൻ്റെ ഫുൾ കണ്ടീഷൻ ഡീറ്റെയിലിംഗ് ചെയ്തു. ഞാൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അയച്ചു. പുള്ളി അത് കണ്ടു, റെസ്പോണ്ട് ചെയ്തു, ടേക്ക് ടൈം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നമ്മൾ ലൈസൻസിങ് സൈഡൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരാം, ബാക്കി നിന്നൊരു ഡ്രോപ്പ് സോൺ അംഗീകരിക്കുക, നിന്നൊരു ഡ്രോപ്പ് സോൺ ട്രെയിൻ ചെയ്യിക്കാൻ വില്ലിങ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് അവർ ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇത്രയും ഹെൽത്ത് റിസ്ക് ഉള്ള ഇത്രയും ലോസ് വേറൊരു കൺട്രിയിലാണ് നമ്മൾ പോയി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഒരു മെനുവർ കയറി നമ്മൾ പോകുകയെന്നുള്ളത്, ഇപ്പോൾ ഒരു ജെറ്റി കയറി നമ്മൾ പോകുന്നത് പോലെ അത്ര ഈസി അല്ല ചാടുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഭയങ്കരമാണ്. അപ്പം അങ്ങനെ അതെല്ലാം വേണ്ടി പിന്നെ വിൻഡ് ടണൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാനൊരു ഡ്രോപ്സൺ, തായ്ലാൻഡ് ഡ്രോപ്സൺ അംഗീകരിച്ചു. സ്കൈഡൈവ് തായ്ലാൻഡ് വെച്ചിട്ട് അവിടെ അംഗീകരിച്ചു. ഞാൻ അവർക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ചു. അവർ പറഞ്ഞു വിൻഡ് ടണൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ അയക്കുക, നീ എങ്ങനെയാണ് എയറോഡൈനാമിക്സ് ഒക്കെ നിനക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിൻഡ് ടണൽ ചെയ്തു. ഹൈദരാബാദിലാണ് വിൻഡ് ടണൽ ചെയ്തത്. വിൻഡ് ടണൽ ചെയ്തിട്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വിൻഡ് ടണലൊക്കെ പ്രാക്ടീസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എല്ലാം എക്സ്പെൻസീവ് സ്പോട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എമൗണ്ട് കണ്ടെത്തുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ച് എമൗണ്ട് മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 30K അടുത്ത് എനിക്ക് മന്ത്ലി എക്സ്പെൻസ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് നാൾ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ചിന്തിക്കുന്ന ഈ പറഞ്ഞ സൂയിസൈഡ് ടെൻഡൻസിൽ നിന്ന് മാറി ഈ ഒരു സംഭവത്തിലോട്ടൊക്കെ വന്നപ്പോഴാണ് അതൊക്കെ തിങ്ക് ചെയ്യുന്നത്, അതിന് വേണ്ടി ഒരു പോസിബിലിറ്റി കാണുന്നത്. അപ്പം മുന്നോട്ട് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചല്ലോ.
അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നു, അങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരുന്നതും ചെയ്യുന്നതൊക്കെ. ഫസ്റ്റ് ജമ്പ് ചെയ്തു. അത് എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ടാൻഡം വേണമെന്ന് ചോദിച്ചു. ടാൻഡം നമുക്ക് ആദ്യം പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, എങ്ങനെയാണ് വിൻഡ് ടണൽ, എങ്ങനെയാണ് ഈ നമ്മുടെ മുകളിൽ നിന്ന് ചാടുമ്പോൾ നമ്മൾ ഫിയർ ഓഫ് ലെവലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുക. അതർവൈസ് നമുക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണ്. അപ്പം ഞാനിത് ഡിസിഷൻ ചെയ്യുന്ന എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ടാൻഡം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നു. അതിന് ഒരു റീസണും കൂടെ ഉണ്ട്, ബിക്കോസ് ടാൻഡത്തിന് എക്സ്പെൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പം എൻ്റെ അത്ര എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ അത് റിസ്ക് ഉണ്ട്, ബട്ട് ഐ ക്യാൻ കംഫർട്ടബിൾ. ആ ഒരു ഫിയർ മറികടന്നാൽ മതിയല്ലോ എന്നൊരു കോൺഫിഡൻസിൽ പ്ലെയിനിൽ കയറി 13 ഫീറ്റിലെത്തി. ഷട്ടർ തുറന്നിട്ട് എല്ലാവരും ബാക്കി കുറേ പേര് ചാടിപ്പോയി. ലാസ്റ്റ് ഞാനായിരുന്നു. അപ്പം എൻ്റെ കാലൊക്കെ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു ആർച്ച് പൊസിഷനിലൊക്കെ കറക്റ്റ് പൊസിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഒരു ലെവലൂടെ ഹൈറ്റ് മുകളിൽ പോയിട്ട് എല്ലാം പക്കയാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇൻസ്ട്രക്ടർ ചെക്ക് ഔട്ട് എന്ന് പുറത്തൊരു ഇൻസ്ട്രക്ടർ വന്ന് പ്രൊപ്പല്ലർ അപ്പ് ഡൗൺ ആർച്ച് എന്ന് പറഞ്ഞപ്പോൾ ചാടി പിന്നെ സ്വന്തമായിട്ട് 6.5 ഫീറ്റിലെത്തിയപ്പം ആൾട്ടിറ്റ്യൂഡ് നോക്കി, മീൻസ് ആൾട്ടിമീറ്റർ നമ്മുടെ കയ്യിലുണ്ടാവും, അത് നോക്കിയിട്ട് പാരച്യൂട്ട് പുൾ ചെയ്തു ലാൻഡ് ചെയ്തു. എല്ലാം ഓക്കെ ആയിരുന്നു. ദെൻ സെക്കൻഡ് ജമ്പ് പോയി ഓക്കെ ആയിരുന്നു. തേർഡ് ജമ്പിൽ എനിക്കൊരു സ്പിന്ന് കിട്ടി. സ്പിന്ന് വരുമ്പോഴത്തേക്കും ജി ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സ്പിൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ ജി ഫോഴ്സ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഔട്ട് ആവും. ബ്ലാക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് പിന്നെ റിസർവ് ചിലപ്പം AD വോക്കായി റിസർവ് വന്നാൽ പോലും, റിസർവ് പൊട്ടിയാൽ പോലും, മീൻസ് വെളിയിൽ വന്ന് പ്ലെയർ ആയാൽ പോലും സ്റ്റിൽ ജീവിക്കുക എന്നുള്ള സംഭവത്തിൽ, അല്ലെങ്കിൽ പാരലൈസിലോട്ട് പോവുക, അല്ലെങ്കിൽ ജീവിക്കുന്ന സംഭവത്തിലോട്ടേ ചിലപ്പോൾ തീരത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ പാരച്യൂട്ട് പുള്ളി ചെയ്തു. പക്ഷേ അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് എൻ്റെ കാല് പാരച്യൂട്ടായിട്ട് കുരുങ്ങിപ്പോയി. അങ്ങനെ സിറ്റുവേഷനിൽ എന്താ പറയുക, അതിൽ നിന്ന് ആ ഒരു ഫീറ്റ് 4.5 ഫീറ്റിൽ നിന്ന് താഴെ എത്താൻ 12 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ആ ഫിറ്റിൽ നിന്ന് പെട്ടെന്ന് താഴെ എത്തും, കല്ലിടുന്ന ആ സ്പീഡിൽ നിന്ന് നമ്മൾ താഴെ എത്തും, ക്രാഷ് ലാൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ കാല് കുരുങ്ങിയത് കൊണ്ട് നമുക്ക് റിസർവ് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മെയിൻ പാരച്യൂട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ റിസർവ് പാരച്യൂട്ട്, കട്ടവേ ചെയ്താൽ ഈ കാലിൽ നിന്ന് കുരുങ്ങി പോകത്തില്ല, കുരുക്ക് മാറി പോകത്തില്ല. അത് കട്ടവേ ചെയ്യാനാണെങ്കിൽ വേറെ ഹാൻഡിൽസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ആ ടൈമിൽ പെയിൻ ഫിയർ റിലീസ് ചെയ്ത് ചെയ്യണം. സപ്പോസ് നമുക്ക് ഫിയർ വന്നാൽ പോലും നമ്മൾ ഹൈ ആണ് ആയതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അത്രയും റിസ്ക്കുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സ്വന്തമായിട്ട് പുൾ ചെയ്തു, എനിക്ക് മാനേജ് ചെയ്തു. ഞാൻ കാലിൽ കെട്ടഴിച്ച് വിട്ട് 3 സെക്കൻഡ് മാനേജ് ചെയ്തു, ബാക്ക് ടു ലാൻഡിങ് വന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന 6 ജമ്പിനിടയിൽ ഒരു 3 നീടത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാലിൻ്റെ ഒരു ഫംഗ്ഷൻ, പിന്നെ ഒരു മാൽ ഫംഗ്ഷൻ, ഒരു കനോപ്പിന് തന്നെ ഒരു മാൽ ഫംഗ്ഷൻ, ബ്ലൈൻഡ് ട്വിസ്റ്റ് എന്നൊക്കെ പറയും, അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലോ ടേൺ, അതൊരു വിൻഡ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വിൻഡിന് ഇങ്ങോട്ട്, അപ്പം പെട്ടെന്ന് ക്രാഷിലുണ്ടാവും യൂസിങ് ആൾട്ടിറ്റ്യൂഡ് ഇല്ലെങ്കിൽ. എൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു 3 സിറ്റുവേഷൻ. അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഈ കാല് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഡിഫിക്കൽട്ടി, അപ്പോൾ നീ കാലില്ലാണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം കാലില്ലാണ്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. അപ്പം വിൻഡ് ടണലിന് അത്രയും ഉണ്ടാവില്ല, 50K അടുത്തോളം വരുന്നത്. അപ്പം ഒരു പ്ലെയിൻ എങ്ങനെയാണ് നമ്മളിപ്പം എയറിൽ നോർമലി പറക്കുക, അതിൻ്റെ 2 വിങ് ഉപയോഗിച്ചിട്ടാണ്, എയറോഡൈനമിക്സിലാണ്. പക്ഷേ അതല്ലാതെ വിത്തൗട്ട് ലെഗ് പറക്കുമ്പോൾ ഒരു പ്ലെയിന് ഒരു വിങ് ഇല്ലാതെ പറക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ പോസിബിലിറ്റി വിൻഡ് ടണലിലാണ്. എന്നിട്ട് നമുക്ക് സ്കൈ ഡൈവിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം വിൻഡ് ടണലിന് വേണ്ടിയിട്ട് റഷ്യയിൽ പോയി പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പോൺസേഴ്സും അതിൻ്റെ പേരിൽ ഞാനിതുവരെയുള്ളൊരു 160ഓളം കമ്പനീസിൽ ഞാൻ പോയി കയറി ഇറങ്ങി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് റിസ്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഐ ആം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്, ബിക്കോസ് ഞാൻ ആൾറെഡി പ്രൂവ് ചെയ്തു ഐ ക്യാൻ ജമ്പ് വിത്ത് ദാറ്റ്. അതെന്തായാലും ഐ കൺവിൻസ് ദം, ബട്ട് ദേ ഡോണ്ട് ഇൻട്രസ്റ്റ് ഇൻ മീ, ബിക്കോസ് അത് കുറച്ച് എക്സ്പെൻസീവും കൂടുതലാണ്. അതിനുവേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് നെക്സ്റ്റ് മന്ത് ഓർ അതിൻ്റെ ആഫ്റ്റർ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സൈലം എന്ന് പറഞ്ഞിട്ടൊരു പേര് 2 lakhs തന്നു. അത് എന്തായാലും എനിക്ക് ഇടയ്ക്ക് കാല് പൊട്ടിപ്പോയി, അത് വന്നിട്ട് അറൗണ്ട് 70 lakhs വേണം ശരിയാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷണലി ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കുന്നു. ഇപ്പോൾ വന്നപ്പോഴാണെങ്കിൽ ഞാൻ കാല് ഇപ്പോൾ ഉണ്ടായിട്ടില്ല ശ്യാമിനൊപ്പം. അപ്പം അതെന്തുകൊണ്ടാണ് ഇപ്പം അത് യൂസ് ചെയ്യാത്തത്? അത് 5 വർഷം മുന്നേ എനിക്ക് കിട്ടിയതാണ്, മസൂറിൻ്റെ ലബാണ്. ബിക്കോസ് അത് കമ്പാരിറ്റീവ്ലി വെയിറ്റ്ലെസ് ആണ്. നമ്മുടെ ആക്ടിവിറ്റീസ് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. നമുക്ക് റണ്ണിങ്, മോഡറേറ്റ് റണ്ണിങ്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ള പോസിബിലിറ്റീസ് ആ കാലിനുണ്ട്. നമ്മൾ നോർമൽ ലെഗിന് വെയിറ്റ് കൂടുതലാണ്, ഇതുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാല് കിട്ടത്തുവരും. അപ്പം ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. കാർബൺ കൊണ്ടാണ്, മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ടൈറ്റാനിയം ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ലോങ് ലാസ്റ്റിംഗും ആണ്. ആൾസോ ഇപ്പം എന്താ പറയുക, നമുക്കത് എന്തെങ്കിലും സർവീസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്നതല്ല, അത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ. അപ്പം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. 5 വർഷം കൊണ്ട് എനിക്ക് ഹൈറ്റ് ഡിഫറൻസ് വന്നു. അപ്പോൾ കാലിൻ്റെ ഹൈറ്റ് മാറി. അതുപോലെ ജോയിൻറ്റ്, ഹൈഡ്രോളിക് ജോയിൻ്റാണ്, ഫ്ലൂയിഡ് ലീക്കേജ് വന്നിട്ട് അത് ഫ്ലൂയിഡ് പോയി. സോക്കറ്റ്, ഈ ഫ്ലൂയിഡ് ലീക്കേജ് വന്നുകൊണ്ട് സോക്കറ്റ് ഹിറ്റ് ബാക്കിലോട്ട് വന്നിട്ട് ജോയിൻറ്റിൽ തട്ടിയിട്ട് സോക്കറ്റും പൊട്ടിപ്പോയി. ഇത് 2ാമത്തെ പ്രാവശ്യം പൊട്ടുന്നു. അപ്പം 2ാമത്തെ പ്രാവശ്യം സോക്കറ്റ് മാറ്റിയപ്പോൾ ഇനി സോക്കറ്റ് മാറ്റാൻ പറ്റുന്നില്ല, കാര്യം മൊത്തം കാല് മാറ്റുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം ഈ അടുത്ത്
ഒന്ന് ട്രൈ ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ. ആ പഴയ കാലം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിലും എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ കാല് വേണം. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ കാല് വേണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുതിയൊരു കാലം നമുക്ക് പുതിയതാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആണ്, പുതിയതായി ചെയ്യാനും പറ്റും. അതാണെങ്കിൽ അറൗണ്ട് 17 lakhs വരും. പിന്നെ വേറൊരു കാലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് ലോ മെയിൻ്റെനൻസ് ആണ്. പക്ഷേ US ആ കാല് കിട്ടുക. മോട്ടോ നീ എന്ന് പറഞ്ഞിട്ടൊരു കാലാണ്. ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയുള്ള ഒരാളാണ് അത് മേക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ലോ മെയിൻ്റെനൻസ് ആണ്. അതാണെങ്കിലും പിന്നെ നമുക്കൊരു ഹോപ്പുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി മെഷർ ചെയ്യുക എന്നുള്ളതൊക്കെ ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ എൻ്റെ കൂടുതലുള്ള ഈ ഡൗൺ ഹിൽ പോലുള്ള സൈക്കിളിൽ മലയുടെ മുകളിൽ നിന്ന് ചാടുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കത് യൂസ്ഫുള്ളാണ്, പ്രോപ്പറായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഞാൻ നോക്കുന്നുണ്ട്. സപ്പോസ് ഓക്കെ, ഇപ്പം നമ്മൾ ഈ റീനൽ കോംപ്ലിക്കേഷൻസും അതേപോലെ കാലിൻ്റെ തന്നെ വരുമ്പോഴത്തേന് തന്നെ ഒരു 83% റീനൽ പ്രശ്നം ഒരിക്കലും ഡിസേബിലിറ്റി അല്ല. ബ്ലാഡറിൻ്റെ പ്രശ്നവും സ്പൈനലിന്റെ പ്രശ്നം ഡിസേബിലിറ്റി ആണ്, കാലിന്റെ പ്രശ്നം ഡിസേബിലിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ തന്നെ ഒരു 83% വന്നിട്ടുണ്ട്. എനിക്കൊന്നും ഇത് കൂട്ടിയിട്ടില്ല, സ്പൈനലിന്റെ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഗവൺമെന്റ് റെക്കോർഡ്സിലൊക്കെ അത്രത്തോളം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഒക്കെ വരാറുണ്ടോ? എനിക്ക് ഗവൺമെന്റ് സൈഡിലൊന്നും ഹെൽപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ആ ഒരു സൈഡിലൊന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെഗ് പെർസ്പെക്റ്റീവിൽ പോലും എനിക്ക് അങ്ങനെ ഹെൽപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഇവൻ ഇത്രയും വലിയൊരു എക്സ്ട്രീം കാര്യം പുറത്തൊരു രാജ്യത്താണ് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഹോൾ ഗവൺമെന്റ് തന്നെ അത് ഏറ്റെടുക്കും. ഈവൻ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ അത് മൊത്തത്തിൽ ഏറ്റെടുക്കുമായിരിക്കും, ഇങ്ങനൊരു കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോലും. അപ്പം ഇവിടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇങ്ങനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്ക് എനിക്ക് പേഴ്സണലി ഞാൻ തുറന്നു പറയുന്നതാണ്. കാര്യം ഒരു വീൽ ചെയർ സൗകര്യമുള്ള ഒരു ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പം അതൊരു വലിയൊരു ഡിഫോൾട്ടാണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും എന്താ പറയുക, അതൊരു സമൂഹത്തിൻ്റെ കൂടെ ഇതാണ്. അവർ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൺസിഡർ ചെയ്യണം. ഇങ്ങനെയുള്ള ആൾക്കാരിവിടെ ജീവിക്കാനാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ സർവ് ചെയ്യേണ്ടതാണ്. വീൽ ചെയർ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ സർവ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധം സമാധാനമായിട്ട് ഉണ്ടാവണം. എനിക്ക് നടക്കാൻ കാലുണ്ട്, നടക്കാൻ കാലില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യണം, അത് നടന്നേ പറ്റും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരാളുടെ ഒരു സ്പെക്ട്രം അനുഭവിക്കുന്നതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അതുപോലെയാണ് എൻ്റെ കേസ്. ഇപ്പം ഞാൻ കാലില്ലാതെ എന്നിട്ട് ഇതൊക്കെ ആക്ടിവിറ്റി ചെയ്തിട്ട് കൂടി എനിക്ക് ഇപ്പം ഫിനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഫിസിക്കലി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് 45,000 feet ജമ്പ് ചെയ്യണമെന്നാണ്. അത് വന്നിട്ടൊരു അറൗണ്ട് 81 lakhs വരും. അത് അത്രയും എക്സ്പെൻസീവാണ്. പക്ഷെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ വലിയ സ്പോൺഷിപ്സ്, അത് അവിടെ ലെവലിലോട്ട് എത്താൻ തന്നെ നല്ല രീതിയിലുള്ള സ്പോൺഷിപ്സ് വേണം. ബിക്കോസ് പോകുന്ന ഓരോ ജിംസും ഓരോ ലെവൽസൊക്കെ ഭയങ്കര ഹാർഡും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നിന്നൊക്കെ ഈ ജീവനോടെ രക്ഷപ്പെട്ട് വരണം. ഈ വരുന്ന സിറ്റുവേഷൻസൊക്കെ ഇനിയും വരും, അതൊക്കെ രക്ഷപ്പെട്ട് വരണം. ആ റിസ്ക് അത്രയും എക്സ്ട്രീം സ്പോർട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു ചെറിയൊരു ലൈഫ് ഉണ്ട്, അതിനകത്ത് പോയി ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത്. ബട്ട് ഐ ഡോണ്ട് നോ, ഹോപ്പ്. തിരക്കിയിട്ടില്ലേ? അതായത് ഇപ്പം ഗവൺമെന്റ് ഒരു ഭാഗത്തുനിന്നും പല പദ്ധതികളുണ്ടല്ലോ. ഇപ്പം നമുക്ക് റിസർവേഷൻ പോലും ഉണ്ടല്ലോ ജോലിയുടെയും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ജോലി പെർസ്പെക്റ്റീവ് കിട്ടത്തില്ല. ബിക്കോസ് 83% ഉള്ളതുകൊണ്ട് കഴിവില്ല എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ മാറും. അപ്പം ഒരു എനിക്ക് തോന്നുന്നു അതൊരു വലിയ സംഭവമാണ്. ഈവൻ പ്രിവിലേജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ബസ്സിലാണെങ്കിൽ ഇപ്പോൾ ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിൽ ബാക്കിയുള്ളത് ആ ഒരു സീറ്റുള്ളപ്പോൾ ഇപ്പോൾ കാലില്ലാതെ വരുന്ന ഒരാൾക്കാണെങ്കിൽ മേ ബി പറ്റും. പക്ഷേ ഒരു വീൽ ചെയർ ഇല്ലാതെ വരുന്ന ഒരാൾക്ക് ആ ബസ്സിൽ കയറാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ആ ഒരു സീറ്റ് ഉള്ളത് ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും ഇപ്പം വിസിബിൾ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ട്. മിക്ക ആൾക്കാർക്കും ഇൻവിസിബിൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനുള്ളൊരു ട്രാൻസ്പോർട്ട്, ബേസിക് ട്രാൻസ്പോർട്ടിൽ പോലും അതില്ല. ഓക്കെ, ഈവൻ പിന്നെ റെയിൽവേയിൽ ഉണ്ടെന്ന് പറയുന്നത്. റെയിൽവേയിൽ ആ സ്റ്റെപ്പ് കയറാൻ ഒരു വീൽ ചെയർ ഉള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് പറ്റത്തില്ലല്ലോ. പക്ഷേ ഒരു ഇൻഡിപെൻഡൻസി നോക്കുമ്പോഴത്തേക്ക് അയാൾക്ക് പറ്റത്തില്ല ഉറപ്പായിട്ടും. സപ്പോസ് പറ്റിയാൽ തന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു വോക്കിന് പോയപ്പോഴത്തേക്കും ഹോൾ വെയിറ്റും കൊണ്ട് ഞാൻ അറൗണ്ട് ഒരു ഫുൾ ട്രെയിനിൻ്റെ ഒരു അറ്റം മുതൽ അങ്ങേറ്റം വരെ ഒരു 4 സ്റ്റേഴ്സ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കയറിയിട്ടാണ് ഞാനൊരു ഒരിടത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്തത്. അത്രയും ഒരു കാലിൽ വെയിറ്റും തങ്ങി ഓടുക എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടീഷൻ വൈസ് ഭയങ്കര റിസ്ക്കിയാണ്. ആൾസോ അത്രയും പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെല്ലാം ചെയ്യിക്കുന്നത് ജസ്റ്റ് സർവൈവലിന് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഫോർ മെഡിസിൻ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെടുന്നത്. അപ്പം അത് ഇപ്പം സീറ്റാണെങ്കിൽ പോലും എന്തിനാണ് ആ റിസർവേഷൻ കൊടുത്തേക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷേ പുറത്ത് ഒരു US പോലുള്ള രാജ്യം, യൂറോപ്യൻ പോലുള്ള രാജ്യത്തൊക്കെ ഇങ്ങനെ അയാൾക്ക് ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങളും, അല്ലെങ്കിൽ അയാൾക്കൊരു എൻവയോൺമെൻറ്റിലാണെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ള എല്ലാ പെർസ്പെക്റ്റീവ്സും അവിടെ ഉണ്ട്. മനസ്സിലാകും, എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ ട്രാൻസ്പോർട്ടാണ്, ബേസിക്കലി ട്രാൻസ്പോർട്ട് മാറുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പുറത്തോട്ട് വരും. കാര്യം ഇപ്പോഴും വീടിനകത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വരാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കാര്യം അവർ വീടിനകത്തിരിക്കുന്നവർക്ക് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങി ഈവൻ ഒരു വണ്ടി പിടിച്ചിട്ടാണെങ്കിലും പുറത്തോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത്
ട്രാവൽ ചെയ്യാൻ പറ്റണമെന്ന് എല്ലാവർക്കും നിർബന്ധമില്ല. ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്തൊരാളും എന്ത് ചെയ്യണം, വീടിനകത്ത് ജീവിക്കേണ്ടി വരും. അത് വലിയൊരു ഡിഫിക്കൽട്ടിയാണ്. ഒരു എല്ലാവർക്കും പ്രിവിലേജ് എല്ലാവരും ഒരു രാജ്യമാണ് ഇതും. അവിടെ ഏറ്റവും അൺപ്രിവിലേജ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലൈക്ക് ഒരു ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തൊരു കാര്യമാണ്. കാര്യം ഒന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റുന്നില്ല. അയാൾ കംപ്ലീറ്റ്ലി ഒരു റൂമിനകത്ത് ജീവിച്ച് തീർക്കണം ഇങ്ങനൊരു കണ്ടീഷൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ സപ്പോസ് സിറ്റുവേഷനിൽ ഒരു കണ്ടീഷൻ ആയപ്പം അങ്ങനെ ജീവിതം മൊത്തം അങ്ങനെ തീർക്കണം എന്ന് പറയുന്ന ഒരു വലിയൊരു സൊസൈറ്റി തന്നെ ഒരു എൻവയോൺമെന്റ് തന്നെ ഒരു പ്രോബ്ലമാണ്. അത് ആ എൻവയോൺമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഉള്ളൊരു പ്രോബ്ലമാണ്. സോ അതൊക്കെ വലിയൊരു കാര്യമാണ്. അതെ, ഞാൻ ആലോചിക്കുന്നത് ഇപ്പം നോർമൽ ആളുകൾ ചെയ്യുന്നതിനപ്പുറത്തേക്കാണ് ഇപ്പം നമ്മൾ ഓരോ ദിവസം ഓരോരുത്തരെ പറ്റി കേൾക്കുന്നത് അല്ലേ. അവർ അത്രത്തോളം അവരുടെ ഒരു കുറവുകളെ മറികടന്നിട്ട് അവരുടെ എത്രത്തോളം കഴിവുകളുണ്ട് അതെല്ലാം പുറത്തെടുത്തിട്ടാണ് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട്, അതായത് ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചു ഗവൺമെന്റ് റെക്കോർഡ്സിൽ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. ആ ഒരു കാറ്റഗറി എബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ഡിസേബിൾഡ് ആണെന്നുള്ള കാറ്റഗറിയിൽ മാറ്റി കഴിയുമ്പോൾ അവർക്ക് ജോലി പോലും ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലേ നമുക്കിവിടെ വരേണ്ടത്. കാരണം ഇത്രത്തോളമൊക്കെ പുറത്തു പോയി ഫിസിക്കലി ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റും. കാരണമുണ്ട്. കാര്യം എല്ലായിടത്തും ആക്സസിബിലിറ്റി ഇല്ല. അതിനാണ് ഇവർ ചെയ്യാൻ കൊടുക്കാത്തത്. മനസ്സിലായി എന്തുകൊണ്ട് ജോബ് കൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി ഇല്ല. എത്രയിടത്ത് ആക്സസിബിലിറ്റി ഉണ്ട്? ഇവിടുത്തെ ഒരു സ്ഥാപനം കയറി കഴിഞ്ഞാൽ എത്രയിടത്ത് സ്റ്റെപ്സ് ഉണ്ട്? അത് പലർക്കും കയറാൻ പറ്റുന്ന സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷെ പലർക്കും കയറാൻ പറ്റാത്ത സ്റ്റെപ്സ് ആയിരിക്കും. സോ അതിനുള്ള ഒരു വലിയൊരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. അത് തുടങ്ങേണ്ട ബേസിക്കലി ട്രാൻസ്പോർട്ടിൽ നിന്ന് തന്നെയായിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ട്രാൻസ്പോർട്ട് പെർസ്പെക്റ്റീവിലാണെങ്കിൽ കാര്യം അത് അയാളുടെ ബേസിക് നീഡ്സ് ആണ്. അയാൾക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, അയാൾക്കൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ, ഇപ്പോൾ ഒരു കട തുടങ്ങുന്ന ഒരാൾ അയാളുടെ ഒരു തിങ്കാണ് കുറച്ചുകൂടി സ്ഥലം ചിലപ്പം കുറച്ചുകൂടി പൈസ ആവുമായിരിക്കാം, പക്ഷേ അത് ചെയ്യുന്ന മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റൊരാളുടെ ബേസിക് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അതൊരു മൈനോറിറ്റി ആയിട്ട് കാണുന്നുണ്ടായിരിക്കും ഈ സമൂഹം, പക്ഷേ ഒരിക്കലും മൈനോറിറ്റി അല്ല. ഇവിടെ മൈനോറിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ കാണുന്നുള്ളൂ വിസിബിളായിട്ട് എത്ര ആൾക്കാർ എത്ര വീട്ടിൽ നമ്മൾ കിടക്കുന്നുള്ളത്. ഇപ്പം ട്രിവാൻഡ്രത്ത് ചെറിയൊരു ഏരിയ എടുത്ത് തന്നെ 150ഓളം ആൾക്കാർ ഇതുപോലെ കിടപ്പിൽ കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിൽ 1-2 പേരാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം എനിക്ക് അവരുടെ ഒരു പേഴ്സണൽ ഒരു വോയിസ് ആവാനുള്ള ആഗ്രഹമുണ്ട്. കാര്യം അങ്ങനെ ഒരു ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഞാനത് ചെയ്യാം. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും അതിന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. കാര്യം ഞാൻ അനുഭവിച്ചൊരു വലിയൊരു പീക്ക് ഉണ്ട്. ഒരു കാല് വെച്ച് നടന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹെൽത്ത് കണ്ടീഷൻ വെച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അത് പറ്റാതെ ഒരിടത്ത് ഹെൽപ്ലെസ് ആയിട്ട് നിന്നു പോകുന്ന ഒരാളുടെ സിറ്റുവേഷൻ ഭയങ്കരമാണ്. ഈവൻ നമ്മളൊരു സ്ഥലത്ത് കയറാമെന്ന് വിചാരിച്ചാൽ പോലും അവിടെ ഹെൽപ്പ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ വെറുതെ കണ്ടുകൊണ്ട് നമ്മൾ വീണ് കിടന്നാൽ പോലും എടുക്കാൻ ആൾക്കാരുണ്ടാകത്തില്ല. അപ്പം ഞാൻ തന്നെ പല സ്ഥലത്തും അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഞാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതാണ് സമൂഹം. അവിടെ ചേഞ്ച് ആവേണ്ടത് എല്ലാ രീതിയിലും എല്ലാ മനുഷ്യനും ചേഞ്ച് ആവണം. അവിടെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം 1-2 ഡിഫിക്കൽട്ടീസ് പറഞ്ഞു. അതേപോലെ ഡേ ടു ഡേ ലൈഫിൽ അതായത് നമുക്ക് കുറച്ച് സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ ഈ ഒരു കുറെ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ കാണും. അങ്ങനെ എന്തൊക്കെയാണ് ശ്യാം ഡേ ടു ഡേ ലൈഫ് നേരിടുന്നത്? ബേസിക്കലി ഞാൻ യൂറിൻ ട്യൂബ് ഇട്ടെടുക്കാനാണ്. കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ യൂറിൻ ട്യൂബിൻ്റെ ഒക്കെ. അപ്പം അതിൻ്റെ പുറത്തുള്ള GST ആണെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിലിറ്റി ആണെങ്കിലോ ഈവൻ ഉള്ളി 1-2 ഒരു മെയിൻ സിറ്റി പോലും 1-2 സർജിക്കൽ ഷോപ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് മുകളിൽ സർജിക്കൽ ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം ഈ യൂറിൻ ട്യൂബൊന്നും നമുക്ക് പലയിടത്തും ആക്സസിബിൾ അല്ല. സപ്പോസ് ഞാനൊരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടേക്ക് യൂറിൻ ട്യൂബ് കിട്ടത്തില്ല. അതുപോലെ എൻ്റെ മെഡിസിൻസ് എല്ലാം ഹൈ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പോൾ കിട്ടുന്ന മെഡിസിൻ പോലും ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. മെഡിസിൻ പോലും ഒട്ടും ക്വാളിറ്റി ഇല്ല, ലോ ക്വാളിറ്റി കംപ്ലീറ്റ്ലി. ഞാൻ എനിക്ക് ചിലപ്പോൾ ഞാൻ മരിച്ചു പോകേണ്ട സിറ്റുവേഷനിൽ വരെ പോയിട്ട് വന്ന് സീരിയസ് ആയിട്ട് പറയാം. രജിസ്ട്രേഷൻ്റെ ഏറ്റവും എൻഡിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇന്ന് ഞാൻ പിന്നെയും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല, ബാക്ക് ടു നോർമൽ വന്നു. ഞാൻ അത്രയും വോസ് ആണ് ഒരു ഹെൽത്ത് സെക്ടറായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അത് പക്ഷേ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ചെയ്തിട്ടാണ് ഓരോ പേഷ്യൻസിനെ ഈവൻ ഗവൺമെൻറ് സെക്ടറിലുള്ള ഡോക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അത്രയും കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തന്നെ പേഴ്സണൽ സൂസൻ മെഡോക്കെ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള നമ്മൾ SIT-ലുള്ള ഡോക്ടറാണ്. ഡോക്ടർ അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്നെ ഈ ലെവലിലോട്ട് ആക്കിയത്. അപ്പം നല്ല കഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഈവൻ ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകുന്നുണ്ട്, അവിടെ ഒരു ബാറ്ററി സിസ്റ്റം ഇല്ല. ഇത്രയും റിസ്കി ആയിട്ടൊരു സാധനം ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു ബാറ്ററി ബാക്കപ്പ് ഇല്ല. അന്ന് ആലോചിച്ചു. അത്രയും അത് മുമ്പായിരുന്നു ഇവിടെ SIT-ൽ സംഭവിച്ചൊരു കാര്യമാണ്. സീരിയസ് ആയിട്ട് ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, വേറെ ഇടത്തുമല്ല. അപ്പം അതൊക്കെ വലിയൊരു വലിയൊരു ഫെയിലിയറിൻ്റെ ഒരു ഇതാണ്. ഒരു എൻവയോൺമെന്റ് ഒരു വലിയൊരു ഫെയിലിയറാണ്. ഇപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യമാണ്. ഇവൻ എന്നെ പോലെ ഒരാൾക്ക് സപ്പോർട്ട് കിട്ടിയാൽ തന്നെ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിനപ്പുറത്ത് ഒരുപാട് ആൾക്കാർക്ക് മുന്നോട്ട് വന്ന് അത് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കാര്യം അത് വേൾഡ് വൈഡ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഫ്കോഴ്സ് കുറേ ആൾക്കാർക്ക് അതിൻ്റെ പുറകെ വരാൻ പറ്റും.
ഈവൻ എൻ്റെ അത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പയ്യെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഏതൊക്കെ സ്പോർട്സിലാണെങ്കിലും അവർക്ക് വരാൻ പറ്റും. ഈവൻ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർ പോലും വീട്ടിൽ നിന്ന് സ്വന്തം കാശ് മുടക്കിയിട്ടാണ് ഓരോ സ്പോർട്ടിലോട്ടും പോകുന്നത്. ഈവൻ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും. ഈവൻ ഞാൻ തന്നെ ഓരോ ഇവൻസിന് പോകുമ്പോൾ പോലും ഞാൻ തന്നെ ഫിനാൻഷ്യലി മുടക്കിയിട്ടാണ് ഓരോന്നും പോകുന്നത്. അപ്പോൾ അവിടെ പോലും ഒരു രീതിയിലുള്ള സപ്പോർട്ടൊന്നും കിട്ടാറില്ല. മനസ്സിലായോ? ഗവൺമെൻറ് പെർസ്പെക്റ്റീവ് ഒന്നും കിട്ടാറില്ല. അത് വലിയൊരു ഒരു അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നിട്ടും അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ട് തന്നെ ഓടേണ്ട ഒരു സിറ്റുവേഷൻ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പത്തറ്റിക്. സീരിയസ് ആയിട്ട് പറയാം. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് പേഴ്സണലി ഞാൻ ലൈഫ് കൊണ്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ലൈഫ് കൊണ്ട് സർവൈവ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ എനിക്ക് പ്രൈവറ്റ് സെക്ടർ തന്നെ ആയിരിക്കും ചെയ്തിട്ട്. അപ്പം അത് എവിടെയായിരുന്നു? എനിക്ക് കിംസിലാണ് ചെയ്തത്. കിംസിലായിരുന്നു അല്ലേ? എനിക്ക് ഗവൺമെന്റ് എൻ്റെ അടുത്ത് എന്നെ സർജറി കണ്ട സമയത്ത് കിംസിലെ മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ട്, മെയിൻ ഡോക്ടർ. പുള്ളി ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ മെയിൻ ഡോക്ടറാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടറാണ്. നീ എന്തിനാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്, നിനക്ക് ഡയാലിസിസ് ചെയ്തിട്ട് മരിച്ചങ്ങ് പോയാൽ പോലും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അത്രയും റിയാക്ട് ചെയ്ത ആ ലെവലില്ല. ആ ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി. പക്ഷെ വേറെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ഡോക്ടേഴ്സ് ഈ രീതിയിൽ ചിന്തിക്കുന്ന കാര്യം, ഒന്ന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാന്ന് കാണുന്ന ആൾക്കാർ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അവർ സിറ്റുവേഷൻ കൊണ്ട് പറഞ്ഞായിരിക്കും. പക്ഷേ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് നമുക്ക് ഇല്ല എന്നുള്ള രീതി കാണുന്നത്, നമ്മൾ അതിന് കേപ്പബിൾ അല്ല എന്ന് ചിന്തിക്കുന്നത്. പിന്നെ നമ്മുടെ റിസ്ക് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അതിൻ്റെ പുറകിലുള്ള കോൺസിക്വൻസ് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പം ഇതെല്ലാം എവരെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇപ്പം ഈ എല്ലാ ഫാക്ടറിലും. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ചെയ്തൊരു വലിയ തെറ്റുമാണ്. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഈ പറഞ്ഞ സൂസൻ മാഡം പറഞ്ഞു, നമുക്ക് ഇവിടെ അല്ലെങ്കിൽ വേറൊരിടത്ത് സർജറി ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം. നമുക്ക് കുറേ സർജറി, മാഡം കുറേ റിസർച്ച് ചെയ്തിട്ടാണ് സതി സാറ് ഏറ്റെടുത്തിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാൻ നോക്കാം. ഇത് ട്രൈ ടു ഡു ദാറ്റ്. നമുക്ക് എന്നെ മരണത്തിലോട്ട് തള്ളിവിടുന്നേക്കാൾ എത്ര ബെറ്ററാണ് ഒരു ട്രയൽ എടുത്ത് നോക്കുക എന്നുള്ളത്. അപ്പം അമ്മയുടെ കാര്യത്തിൽ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ വട്ടവർ നമ്മൾ സർജറി ചെയ്തു. ഇപ്പം ഞാൻ ഓക്കെ. എനിക്ക് തോന്നുന്നു മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമ്മയാണ് ഏറ്റവും വലിയ കരുത്ത്. അമ്മയാണ് ഒരു കിഡ്നി തന്നത്. അപ്പോൾ ആ നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ആ ഒരു ഡിസിഷൻ എടുക്കാനും വളരെ എന്നുവെച്ചാൽ അമ്മയ്ക്കും ആസ്മയും കാര്യങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ആരുടെയായിരുന്നു ആദ്യത്തെ തീരുമാനം? അമ്മ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു? എൻ്റെ അടുത്ത് 2 തീരുമാനം ഡോക്ടേഴ്സ് വെച്ചു. ഒന്ന് എൻ്റെ നെഗറ്റീവ് ഡോണർ അനീതിയായിട്ടുള്ളൊരു കുട്ടി, അങ്ങനെ അനീതിയാണ് എനിക്ക്. അപ്പം അവളുടെ നിന്ന് എടുക്കാമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇവൻ ഞാൻ മരിച്ചു പോയാലും അത് ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, അച്ഛൻ മദ്യപിനെയുണ്ട്, അതെന്തായാലും നമുക്ക് ലീവ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തുനിന്നൊരു എക്സ്പോഷറോ അതിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നമുക്ക് കിഡ്നി മേടിക്കാനുള്ളൊരു സംഭവം അങ്ങനെയുള്ളൊരു സംവിധാനമോ ചിന്തയൊന്നും നമുക്കില്ല. അപ്പം ഓൾറെഡി ഒരു ഓപ്ഷൻ അമ്മേടെയാണ്. അമ്മയുടെ ഇതിൽ റിസ്ക് ഉണ്ട്. നമുക്ക് യൂട്രസിലും ഫൈബ്രോയിഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് റിസ്ക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടത്താണ് കിഡ്നി എനിക്ക് റിമൂവ് ചെയ്ത് വെക്കുന്നത്, എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെ വലിയ റിസ്ക്കുള്ള സർജറീസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ലൈവായിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതിൻ്റെ മാനേജ്മെൻറ്റും കുറച്ച് പാടായിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എനിക്ക് നമ്മൾ നോർമലി ഗവൺമെൻറ് കൊടുക്കുന്ന 3 ലക്ഷം രൂപയോളം എനിക്ക് ഗവൺമെൻറ് ആദ്യം പ്രോമിസ് ചെയ്തായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ചിലവൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പണ്ടൊക്കെ ഒത്തിരി ന്യൂസൊക്കെ വന്നിട്ടുള്ളതാണ്. സോ ഇപ്പം ഷയ ടീച്ചറും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്തു എൻ്റെ ഫുൾ മെഡിക്കൽ എക്സ്പെൻസ്. ഷയ ടീച്ചറും തോമസ് ഐസക് സാറൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫുൾ ചിലവ് ഏറ്റെടുക്കുന്നത്. ഇവിടെ അവരൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവസാനം കുറേ ഇതൊക്കെ സംസാരിച്ച് കുറേ ന്യൂസിലൊക്കെ വന്ന സമയത്ത് നോർമലി എല്ലാ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്കും 3 lakhs-ഓളം ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എനിക്ക് കിട്ടി. അത്രയല്ലാതെ വേറെ അവർ ലൈഫ് ലോങ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടില്ല. സോ അത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത്, ഗവൺമെൻറ് ഏറ്റെടുത്തല്ല നമുക്ക് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എവിടെ സർജറി ചെയ്താലും മെഡിസിൻ എടുത്താൽ മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ. പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള മെഡിസിൻ എടുത്താലേ ഞാൻ ജീവിക്കത്തുള്ളൂ. ക്വാളിറ്റി ലെസ് ആയിട്ടുള്ള മെഡിസിൻ എടുത്താൽ ഞാൻ ജീവിക്കത്തില്ല. അപ്പം വാട്ട് പോയിന്റ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൊരു കാര്യമില്ല. അപ്പം അൾട്ടിമേറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെ ഒരു വലിയ സമൂഹം കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഫിസിക്കലി അനുഭവിക്കുന്നത്. അതൊരു വലിയൊരു സ്ട്രഗിൾ തന്നെയാണ്. അത് മനസ്സിലാക്കണം. ഞാനിതെല്ലാം പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഐ ഡോണ്ട് കെയർ അബൌട്ട് നോബഡി. ലൈക്ക് എനിക്ക് ആരെയും ഞാൻ ഒരു സെക്ടറിനെയും ഞാൻ ഇതിൽ ചെയ്തിട്ടല്ല ഞാൻ ഇന്നുവരെ ജീവിക്കുന്നത്. കാര്യം ഞാൻ എൻ്റെ ഓൺ കഷ്ടപ്പെട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. സോ ഐ ആം കംഫർട്ടബിൾ. ഇപ്പൊ ശൈലജ ടീച്ചറൊക്കെ ഒരു ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പിന്നെ അവർക്ക് പറ്റില്ല, അവരവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ എന്തുകൊണ്ടാണ് അത് വീണ്ടും ശ്യാം അന്വേഷിച്ചൊന്നുമില്ലേ? കാരണം അങ്ങനെ ഒരു അവർ പറഞ്ഞു ഇങ്ങനെ സർജറി വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇവൻ നമുക്ക് എല്ലാ രീതിയിൽ നമുക്ക് എല്ലാ സാധനവും തന്നുകൊണ്ടിരിക്കണം എന്ന് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ രീതിയിലുള്ള മതി, നമ്മളെ സർജറിക്കുള്ള ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി നമുക്ക്. നമ്മളുടെ ആ ഒരു നമ്മൾ ഫിനാൻഷ്യലി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ആ ഒരു സമയത്ത് ആ സമയത്ത് മതി. പക്ഷെ ആ സമയത്ത് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവർ ആ ഒരു ഇതിലില്ല. അപ്പം മാഡം ഇരുന്ന ഇപ്പോൾ ഉള്ള മാഡം ഇരുന്നു. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചു. പക്ഷെ തിരിച്ച് റെസ്പോണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല.
അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ദർ ഇസ് നോ പോയിന്റ്, അതിൻ്റെ പറയുന്നത് അങ്ങനെ വർക്ക് ചെയ്യുന്നതിലൊരു പോയിന്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ അന്ന് തൊട്ട് ഞാൻ ഇത്രയും കാലവും കഷ്ടപ്പെട്ട കുറേ കമ്മ്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഞാൻ എന്നെ അറിയാവുന്ന കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് കണ്ടെത്തുകയും സർജറി ചെയ്യും ലൈവായിട്ടിരിക്കുന്നതും ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഉണ്ടാകുന്നു. ഇപ്പൊ മുമ്പേ പറഞ്ഞ ഒരു സോഴ്സ് ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ അമ്മ ഭയങ്കര ഒരു ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് അമ്മ മാത്രം, മറ്റ് കൂട്ടുകാരൊന്നും ഇല്ലേ? എനിക്ക് അമ്മയാണ് ഡോമിനൻ്റ് ഞാൻ വയ്ക്കുന്ന കാര്യം, ബാക്കി ആരും ഇല്ലെന്നോ അല്ലെങ്കിൽ അവരാരും എഫേർട്ട് ഇട്ടില്ലെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ എൻ്റെ അനിയത്തി ഉൾപ്പെടെ എഫേർട്ട് ഇട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവൻ അമ്മയ്ക്കുണ്ട്, പക്ഷേ ആ ലിമിറ്റേഷൻസിനും അപ്പുറം നിന്നിട്ടുള്ളത് അമ്മ മാത്രമാണ്, ആ ഒരു ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ ആരെയും ഒഴിവാക്കുന്നതല്ല, ആരെയും മനഃപൂർവ്വം ഇതാക്കുന്നതുമല്ല. പക്ഷേ അവർക്കൊക്കെ ഇടപെടാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ചാൻസിൽ അവർ ഇടപെടാൻ പറ്റാത്ത ചെയ്യാതെ പോയ കാര്യങ്ങളുണ്ട്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവൻ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ സമയത്ത് ഒരാൾ പോലും എന്നെ കാണാനോ അങ്ങനെ ആ ഒരു ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അത്രയും ഫ്രണ്ട്ഷിപ്പായിട്ട് വെച്ചിരുന്ന ആൾക്കാരുണ്ട്, അവരാരും വരെയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള. അപ്പം അതൊക്കെ വലിയൊരു ലീഡ് ഒരു സാധനത്തിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെയാണ് മുന്നോട്ട് ഓരോരോ സിറ്റുവേഷനിൽ വരുന്നത്. ഒരു കാലം വരെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ പയ്യെ അവർക്ക് ഈ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അറിയുമ്പം ദേ ഷുഡ് മൂവ് ഓൺ, റൈറ്റ്. ഞാൻ പിടിച്ചു വെക്കാറില്ല, പോകുന്നൊരു പൊക്കോട്ടെ. ശ്യാം, ഇപ്പൊ ഇത്രയും സർജറികൾ കഴിഞ്ഞു, നമ്മൾ ഡെയിലി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനെ ഇതിനൊക്കെ ഇപ്പൊ ഡൈവിങ്ങിന് പോകുന്നു, പാരാഗ്ലൈഡിങ്, അപ്പം പക്ഷെ നമുക്കൊരു ഫിസിക്കലി പെയിനും ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഫിസിക്കൽ പെയിൻ എന്തായാലും ഉണ്ട്. കാര്യം മസിൽസ് ഒന്നും അത്രയും പെർഫെക്റ്റ് അല്ല ഇതൊക്കെ ചെയ്യാനും. അതുപോലെ ഞാൻ ഫുഡ് ഇൻടേക്ക് ഒക്കെ ഭയങ്കര കുറവാണ്, പുറത്തുനിന്ന് എനിക്ക് ഫുഡ് കഴിച്ചുകൂടാ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്ട്രെസ് ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫിസിക്കലി അനുഭവിക്കാൻ പറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റാതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് വരുന്ന സ്ട്രെസ് ആണെങ്കിലും ഇമോഷണൽ സ്ട്രെസ് ആണെങ്കിലും നമുക്ക് വേറെ, ഇപ്പം എൻ്റെ ലൈഫിൽ വേറെ നല്ലതെന്ന് പറയാനായിട്ട് വേറെ ഒരു ആക്സെപ്റ്റും ഇല്ല. ഞാൻ പുഷ് ചെയ്യുന്ന എൻ്റെ ഡ്രീംസിനപ്പുറത്ത് എനിക്ക് കംഫർട്ടബിളോ എനിക്ക് ഇമോഷൻ, എനിക്കൊരു സ്ട്രെസ് ആയിട്ട് എനിക്ക് സന്തോഷം തരുന്നതായിട്ടുള്ള ഒരു ആക്സെപ്റ്റും ഇല്ല. അത് ഞാൻ ഇന്നും പറയാം. എനിക്കൊരു ചെറിയൊരു രീതിയിൽ പോലും അടുത്ത് വന്നിട്ട് ഒരാൾ സംസാരിക്കാനോ എന്നെ മനസ്സിലാക്കാനോ എന്നെ സ്നേഹിക്കാനോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോലും ആരും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. കാരണം അത്രയും റിസ്ക് ഉണ്ട് എനിക്ക്, അത് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ആരെയും ഞാൻ ആ റിസ്കിലോട്ട് കൊണ്ടിടാനും ആഗ്രഹിക്കുന്നില്ല. സോ അതൊക്കെ ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അനുഭവിച്ചേ പറ്റൂ. അതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു കുറേ കാലം. അതിൽ നിന്നൊക്കെ കുറേ ഡിപ്രഷനും എല്ലാം സ്വന്തമായിട്ട് ഓവർ തിങ്ക് ചെയ്യുക, 6-7 ദിവസം ഉറങ്ങാതിരിക്കുക, ഈ ഒരു കണ്ടീഷനിലൊക്കെ തന്നെയാണ് എപ്പോഴും പുഷ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് ഒരു ടോട്ടലി ഞാൻ എല്ലാ ആക്സിഡൻറ്റിലും പോകുന്നത്. പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാൻ അന്നും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. അതിന് ഏത് കണ്ടീഷനാണെങ്കിലും. അത് ഇല്ലാത്ത കഷ്ടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ലോകത്തിന് അത്രയും എത്താനും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടു പ്രൂവ് ദിസ്. എന്നെപ്പോലെ ഒരാൾക്ക്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഇത്രയും കണ്ടീഷനിലും ഇത്രയും ഹെൽത്ത് കണ്ടീഷനുള്ള ആൾക്കും മുന്നോട്ട് വരാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അതുപോലെ നോർമലി ഒരാളുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ പറഞ്ഞ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ടെമ്പററി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷെ പെർമനൻ്റ് ഒരു സൊല്യൂഷനായിട്ട് അതിനെ സൂയിസൈഡായിട്ട് കാണാതിരിക്കുക, അതെനിക്കൊരു കൊടുക്കാനുള്ളൊരു വലിയൊരു മെസ്സേജായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പം ഏറ്റവും സൂയിസൈഡ് റേറ്റ് ഒക്കെ ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഉണ്ട്. പക്ഷെ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ടെമ്പററി ഉണ്ടാകുന്ന സൊല്യൂഷനാണ്, ഇഷ്യൂസാണ്, പ്രോബ്ലംസാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മറികടന്ന് വരാൻ പറ്റും. ഈവൻ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും. എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആദ്യം വന്നൊരു ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 250 കിലോമീറ്റേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും യൂറിൻ ട്യൂബിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ടിങ് തുടങ്ങി 11 കിലോമീറ്റർ ആയപ്പോഴാണ് ബ്ലഡ് വരാൻ തുടങ്ങിയത്. അറൗണ്ട് 250 കിലോമീറ്റേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കാലിൻ്റെ അടുത്ത് തൊലിയോ അല്ലെങ്കിൽ യൂറിൻ ട്യൂബിൽ നിന്ന് ബ്ലഡ് വരുന്ന 2 ബാഗുള്ള അടുത്ത് കളയുന്ന എം ഡി ചെയ്യുന്നൊരു സിറ്റുവേഷൻസും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ എൻ്റെ ഓരോ സർജറി പറഞ്ഞാൽ പോലും ഇതെൻ്റെ കയ്യിൽ പച്ചയ്ക്ക് സർജറി ചെയ്തതാണ്. അങ്ങനെയുള്ള സർജറീസ്. പിന്നെ സ്പൈനലിൽ നീഡിലൊക്കെ, അതും വെച്ചേക്കാം. അതിനകത്ത് നീഡിനകത്ത് ഒരു ട്യൂബ് ഇടുന്നതാണെങ്കിലും അങ്ങനെ ഓരോ സർജറീസിലുള്ള ഓരോ കഷ്ടപ്പെടും. ഗ്ലിസറിന് വെച്ചിട്ട് റെക്റ്റം വാഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, കുടൽ മൊത്തം വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓഗ്മെൻറ്റേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള ഡാർക്ക് സിറ്റുവേഷൻസും അതിൻ്റെ പെയിനും അതിൻ്റെ എക്സ്ട്രീംസൊക്കെ അനുഭവിക്കുന്നൊരു വലിയൊരു അവസ്ഥയുണ്ട്. എനിക്ക് സ്ട്രഗിളിൻ്റെ ഒരു ലെവലിൻ്റെ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഐ ഹാവ് ടു പ്രൂവ് ദിസ്. ഈ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുക. പിന്നെ ഐ ഹാവ് ടു മേക്ക് മൈ മദർ പ്രൗഡ്. ലൈക്ക് അന്ന് അമ്മ അങ്ങനെ ചിന്തിച്ച് കാണും ഇങ്ങനൊരു മോനെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പം അമ്മ ഭയങ്കര പ്രൗഡാണ്. കാര്യം ഇങ്ങനൊരു മോൻ ഈ ഒരു ലെവലിലോട്ട് എത്തി, അതിൽ ഭയങ്കര കാര്യം. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഈ ലെവലിലോട്ട് എത്തിയതല്ല, ഈ ഒരു ഫ്രീയറൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ലെവലിലോട്ട് വന്നതല്ല. അത് എൻ്റെ ഹാർഡ് വർക്കിൻ്റെയും അമ്മയുടെ ആ ഒരു ഇത്രയും കഷ്ടപ്പാടിൻ്റെയൊക്കെ എന്താ പറയുക, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് അത് മാത്രമാണ്. എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുക ഇൻ ദ വേൾഡ് ഞാൻ ഇതൊക്കെ കേപ്പബിളാണ്, ഇതിനൊക്കെ പറ്റും. ഇനി
ഈ ലോകത്ത് തന്നെ 8 പേര് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഫീറ്റാണ് 43,000 ഫീറ്റ്. ആ ഒരു 8 വേൾഡിൽ തന്നെ 8 സ്കൈ ഡൈവേഴ്സ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പ്രഷറും അതിൻ്റെ നോഷിയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, ഇൻസോമിങ്, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന, പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫീറ്റാണ് 45,000 ഫീറ്റൊക്കെ. അതിന് മുകളിൽ ഒരാൾ ചെയ്തിട്ടുണ്ട് 1,27,000 ഫീറ്റ്. അത് നാസയും പിന്നെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിട്ടാണ് ആ ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യാനായിട്ട് അത്രയും ഫണ്ടും കാര്യങ്ങളൊക്കെ, അപ്പം അതിനാദ്യം ഈ പറഞ്ഞ 45,000 ഫീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 81 lakhs-ഓളം വേണം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് വേൾഡിൽ തന്നെ ആ ഒരു റെക്കഗ്നേഷൻ കിട്ടുക, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ അറിയപ്പെടുക, ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി വെക്കുക. ദെൻ ആഫ്റ്റർ ഐ ലീവ് ഐ എം കംപ്ലീറ്റ്ലി ഹാപ്പി. ഈവൻ ഇപ്പം തന്നെ ആണെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ്. കാര്യം ഐ മേക്ക് ഹെർ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് എന്നെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഹോപ്പായിട്ടൊക്കെ ലീഡ് ചെയ്യുന്നത്. സോ ഇനിയും ഇതൊന്നും തീരത്തില്ല, ഇനിയും ചെയ്യണം. ലൈഫിൽ ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ടും അതെല്ലാം പരീക്ഷണങ്ങളാണ്. അപ്പം അതിനെയൊക്കെ മറികടന്ന് ഇത്രത്തോളം ഹോപ്പോടുകൂടെയും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് അമ്മയാണ് ആ ഒരു കരുത്ത്. എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് ഫോൺ വിളിച്ച് തരുമോ ഇപ്പോൾ? കാരണം എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ, ന്യൂസിലും കാര്യങ്ങളിലൊക്കെ. എന്താ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ പോലും മക്കളെ വളർത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിക്കുന്ന അമ്മമാർക്കിടയിൽ, അതെ അതെ, കാര്യം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിട്ടുള്ള കുട്ടികളെ തന്നെ ഉപേക്ഷിക്കുന്ന അമ്മമാർ കൂടുതലാണ്. അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, അവരെ ട്രീറ്റ് ചെയ്യാനും ശരിയാക്കാനും, ഈവൻ അവർ ശരിയാക്കിയാലും സമൂഹം ഇപ്പം ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെയുള്ള സൗണ്ട് ഒത്തിച്ച് നോക്കുക, കൂടെ ഉള്ള ആൾക്കാരൊക്കെ അടുത്ത് ഒരു വീട്ടിൽ താമസിക്കാനുള്ള എതിർപ്പ് കാണിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കുക എന്നുള്ള സൊസൈറ്റിയൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പം അവർ കുടുംബക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ പോലും സമൂഹത്തിൻ്റെ ഒരു പ്രഷർ കാരണം അവർക്ക് ചിലപ്പോൾ ലീവ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ അത്രയും ലൈക്ക് പത്തറ്റിക്കാണ്. അമ്മയുടെ പേരെന്താ? സരളകുമാരി. സരളകുമാരി. ഹലോ. ഹലോ അമ്മ, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സ്നേഹ. ഞാനാണ് കേട്ടോ ഇന്ന് ശ്യാമിനെ ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ ശ്യാം ഇങ്ങനെ എന്റെ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ വാദവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയെ പറ്റിയാണ്. അമ്മയുടെ കുറെ കാര്യങ്ങളും, അമ്മ ശ്യാമിനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും, അമ്മയുടെ സ്നേഹത്തെ പറ്റിയൊക്കെ ശ്യാം ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അമ്മയോട് സംസാരിക്കണം തോന്നി. കാരണം നമ്മൾ ഡെയിലി ഓരോ ന്യൂസ് കാണുന്നതാണല്ലോ. കാരണം ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ഓരോ കുപ്പത്തൊട്ടിയിലേക്കും വേസ്റ്റിലേക്കും ഒക്കെ കുട്ടികളെ വലിച്ചെറിയുന്ന ഈ ഒരു സമൂഹത്തിൽ അമ്മ എല്ലാവർക്കും ഒരു മാതൃകയാണ്. ശ്യാമിനെ ഇത്രയും വളർത്തി വലുതാക്കി 2 വേൾഡ് റെക്കോർഡ് വരെ എത്തിച്ചിരിക്കുന്നു അമ്മ. അയ്യോ, അത്രയും ഞാനല്ല ചെയ്തത്, എന്റെ മോൻ തന്നെയാണ്. എന്നാലും അതിനൊക്കെ അവനൊരു ബാക്ക് സപ്പോർട്ട് പോലും കൂടെ ഉണ്ടായിരുന്ന അമ്മയാണല്ലോ. വേറെ ആരും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് ഫിനാൻഷ്യലി ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഒരു മെന്റലി അല്ലെങ്കിൽ നമുക്ക് എല്ലാ ലിമിറ്റേഷനും മറന്ന് നമ്മളെ സഹായിക്കണമല്ലോ, അല്ലെങ്കിൽ കൂടെ നിൽക്കണമല്ലോ. എനിക്കൊരു അമ്മ എന്നുള്ള വാക്കിന് അല്ലേ ഒരർത്ഥം കിട്ടുന്നത് അപ്പോഴാണല്ലോ. എല്ലാ അർത്ഥത്തിലും അമ്മ തന്നെയാണ്. അമ്മ എല്ലാം എന്റെ മോന്റെ കഴിവാണ്. കാരണം ഞാൻ അവനെ ശരിയായിട്ട് സാധാരണ കുട്ടിയെ പോലെ തന്നെ നോക്കിയത്. അവനൊരു അസുഖക്കാരനായിട്ട് നോക്കിയിട്ടില്ല, അത് വേറൊരു കാര്യം. പിന്നെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് ഓരോ കുട്ടിക്കാലം പോലെ അവനെ ഓരോ മത്സരത്തിനൊക്കെ ഞാൻ എടുത്തോണ്ട് പോവാറുണ്ട്. ഞാൻ ബാക്കിലോട്ട് വിട്ടില്ല, അവന് അതിന്റെ കാര്യം വിട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇതിനൊക്കെ പോയപ്പോഴും മാനസികമായിട്ട് എനിക്ക് പേടിയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഉറപ്പിന്മേലാണ് ഞാൻ വിട്ടത്. അവൻ എപ്പോഴും പറയും, അമ്മ ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരും, അമ്മ പേടിക്കണ്ടല്ല, അമ്മയുടെ മുമ്പിൽ ഞാൻ എപ്പോഴേലും തിരിച്ചെത്തും എന്നുള്ള കാര്യം അവൻ ഉറപ്പ് പറയുമ്പോഴാണ് ഞാൻ എല്ലാത്തിനും സമ്മതിക്കുന്നത്. എന്റെ മോന്റെ ഉറപ്പിന്മേലാണ് ഞാൻ അവനെ വിടുന്നത്. അമ്മയെ അഭിമാനത്തോടെ ലോകത്തിന് മുമ്പ് നിർത്തണമെന്നാണ് ശ്യാമിന്റെ ആഗ്രഹം. അമ്മയ്ക്ക് തോന്നുന്നു ഇപ്പൊ അമ്മ ഭയങ്കര ഹാപ്പിയും അത്രത്തോളം പ്രൗഡും ആണല്ലോ. അത്രത്തോളം അഭിമാനം ഇല്ലേ അമ്മയ്ക്ക് ശ്യാമിനെ ഓർത്ത്? പിന്നല്ലാതെ, കാരണം എന്റെ മോന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. കരയണ്ടമ്മ, ഇവിടെ ശ്യാം എല്ലാം ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ട് ശ്യാമിന്. അപ്പൊ ഇതുപോലൊരു മകനെ കിട്ടിയതില് പിന്നല്ലാതെ അതെ സന്തോഷിക്കാണ് വേണ്ടത്. ഇത്രയൊന്നും ഞാൻ എന്റെ മോനെന്ന് പ്രതീക്ഷിച്ചതൊന്നുമല്ല. കാരണം അവന്റെ അവസ്ഥ ഞാൻ കണ്ടതാണല്ലോ. എന്റെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒരുപാട് അന്തരമുണ്ട്. ഞാൻ അവനെ അങ്ങനെ ആദ്യമൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. കാരണം എനിക്ക് എന്റെ മോനെ വളർത്തുക, അവന്റെ കാലിൽ നിൽക്കാന്ന് വെച്ചാൽ അവന് അത് സാധിക്കുമോ ഇല്ലെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനെക്കാട്ടിലും തറയിൽ ഏഞ്ഞെടുക്കുന്ന കുട്ടികൾ ജീവിക്കുന്നു, എന്റെ മോൻ എന്തായാലും ജീവിക്കും. ഒരു ഉറപ്പിന്നല്ലാണ്ട് പിന്നെ ഞാൻ മുന്നോട്ട് പോയത് തന്നെ. പിന്നെ അവൻ എനിക്ക് ഒരൽഫോം തന്നെയാണ് എന്റെ മുമ്പിൽ. അവൻ
അമ്മ ഭയങ്കര ഇമോഷണലായി ഷ്യാമിനെ പറ്റി സംസാരിക്കുക. അമ്മ ഇനിയും ശ്യാമിൻ്റെ ഒരുപാട് അച്ചീവ്മെന്റ്സ് അമ്മ ഇനിയും കാണാറുണ്ടല്ലേ ശ്യാം? ശ്യാമിന് റഷ്യക്കൊക്കെ പോകാൻ തയ്യാറെടുക്കുവാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരുപാട് അച്ചീവ്മെന്റ് അമ്മയ്ക്ക് കാണാൻ സാധിക്കട്ടെ. അമ്മയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു മകൻ തന്നെയാണ്. അപ്പോൾ അമ്മയോട് സംസാരിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണാം അമ്മ. ഓക്കെ അമ്മ, ഒരുപാട് നന്ദി സംസാരിക്കാൻ പറ്റിയതിൽ. ഓക്കെ അമ്മ. ഓക്കെ. അമ്മ ഭയങ്കര അല്ലേ, അമ്മയ്ക്ക് ഭയങ്കര അഭിമാനമാണ് ശ്യാമിനെ ഓർത്ത്. എനിക്കൊന്ന് അഭിമാനത്തെക്കാട്ടി കൂടുതൽ അല്ലേ എൻ്റെ മകൻ എന്നുള്ളൊരു വികാരമാണ് ശ്യാമിനെ കണ്ടു പറഞ്ഞത് സത്യമായിട്ടും. വേറെയുള്ള വ്യക്തികളെല്ലാം വന്നു പോകും, എല്ലാവർക്കും അവരുടേത് ലൈഫ് നോക്കണം. അത് ഞാൻ ഒരിക്കലും നോ പറയത്തില്ല. ദേ ഹാവ് ടു ലിവ് ദെയർ ലൈഫ്. അതിൽ എൻ്റെ ലൈഫ് കാരണം അവർ ലിമിറ്റഡ് ആവരുത്. എൻ്റെ ലൈഫിൽ വന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ലിമിറ്റഡ് ആവരുത്. അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതിന് ആരാണെങ്കിലും, ഈ ലോകത്തിന് എത്ര വലിയൊരു വ്യക്തിയാണെങ്കിലും, എനിക്കെത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും, ഞാൻ അവരെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടാലും സ്നേഹിച്ചാലും അവരെൻ്റെ ലൈഫിലോട്ട് വരുന്നതിൽ ഒത്തിരി പേടിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പേടിയുണ്ട് പേഴ്സണലി. ബിക്കോസ് ഞാൻ വേറെ എന്തിനേക്കാളും പേടിക്കുന്നത് അതിനെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കൂടുതൽ പേടിക്കുന്നത്. കാര്യം അവരെൻ്റെ ലൈഫിൽ എത്രത്തോളം അടുക്കും തോറും എനിക്ക് ഭയങ്കര ഫിയറാണ്. കാര്യം അത് എന്താണെന്നറിയത്തില്ല. കാര്യം അവരുടെ നാളത്തെ സിറ്റുവേഷൻ ചിന്തിക്കും എന്നിരുന്നു. എൻ്റെ റിസ്ക് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ പെയിൻ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ. ബിക്കോസ് വെനെവർ ലൈക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഒരു ഇമോഷണൽ ഒരു ഭയങ്കര ഒരു സ്പെക്ട്രത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. എൻ്റെ പെയിനോ എൻ്റെ ഇമോഷണൽ ഇംബാലൻസ്മെൻ്റ് ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നന്നായിട്ട് എനിക്കറിയാം. ഇത് എന്നെ കൊണ്ട് മാത്രമേ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള സാധനം എനിക്കറിയാം. അതുകൊണ്ട് ഈവൻ ഞാൻ അമ്മയടുത്ത് പോലും ഞാൻ ഇതൊക്കെ ഇതിനുള്ള സക്സസ്ഫുൾ ആവുന്നതിന് അല്ലെങ്കിൽ പറഞ്ഞ ആവുന്നതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും. കാര്യം അതിന് മുന്നേ എനിക്ക് സ്ട്രഗിൾ പറയാൻ പറ്റത്തില്ല. ഇത് അവരുടെ ഉള്ളിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പെയിൻ അതാണ്, അവർക്ക് ഈ സ്ട്രഗിൾസ് പറയുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സ്ട്രഗിൾസ് ഒരിക്കലും കൊടുക്കത്തില്ല. വാട്ടെവർ ഞാനത് ഡൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയത്തുള്ളൂ ഞാനത് കഴിഞ്ഞു അല്ലെങ്കിൽ ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഈവൻ ഡയാലിസിൻ്റെ സ്റ്റേജിലൊക്കെ ഞാൻ റിസ്ക് എടുത്തിട്ട് ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ തിരിച്ചു വരും. ഈവൻ അതെത്ര റിസ്കി ആണെങ്കിലും, ഈവൻ എത്ര നിയർ ഡെത്ത് എക്സ്പീരിയൻസ് നിന്നാൽ പോലും ഞാൻ തിരിച്ചു വരും. അത് കാരണം ഡയാലിസിൻ്റെ എക്സ്പോഷറിൽ നമുക്ക് ഒരിക്കലും ഫിസിക്കലി വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മൊത്തത്തിൽ പോകും. അപ്പോൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഞാൻ തിരിച്ച് വരുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നും ഇങ്ങനൊരു മോനെ തിരിച്ച് എനിക്ക് എന്നെ വിശ്വാസം വന്നതിന് കാരണം എൻ്റെ അമ്മയാണ്. അതുണ്ടാക്കി ഒരു ചൈൽഡ്ഹുഡ് ഉറപ്പായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. പിന്നെ അമ്മ ഈ പറഞ്ഞല്ലോ ഓരോ മത്സരത്തിന് കൊണ്ടുപോകുന്നതാണെങ്കിലും ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ലൈഫ് അമ്മ മാത്രമാണ്. എനിക്ക് പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ മേ ബി ഉണ്ടാവാം. ഡോക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ കൂടെ 1-2 പേര് നിന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും 1-2 പേര് അവിടെ ഒക്കെ ഉണ്ടെന്നെങ്കിൽ പോലും എൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതായിട്ടുള്ള അമ്മ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അഖിലേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചേട്ടനൊക്കെ എന്നെക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചേട്ടനും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. പുള്ളി അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, ഞാനും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. എനിക്കിത് മുമ്പേ പറഞ്ഞു, അപ്പം ഞാനില്ലെങ്കിലും അമ്മ ജീവിക്കണം, അമ്മ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കണം. അതൊരു വലിയ റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സമയം മുതൽ എനിക്ക് തോന്നുന്നു തിരിച്ചൊരു ഊർജം കൊടുക്കുന്നത് എനിക്കൊന്ന് ശ്യാമായിരിക്കും അമ്മയ്ക്ക് അല്ലേ. തിരിച്ചൊരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് അങ്ങോട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ആ കോൺവെർസേഷൻ മുന്നോട്ട് പോകത്തില്ല. ഒന്നിനും ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് ഓക്കെ ഞാൻ എന്ത് സിറ്റുവേഷൻ ജീവിച്ചാലും ഈവൻ ഞാൻ ഏത് സിറ്റുവേഷൻ ജീവിക്കണം മുന്നേ കാര്യം ഞാൻ ഇപ്പം ഈ പുഷ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അനുഭവിക്കേണ്ട വരുന്ന അവസ്ഥയിൽ ഞാൻ ഫിസിക്കലി ഒന്നും എനിക്ക് പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇതാണെങ്കിൽ ഇന്നുവരെ ഞാൻ എൻ്റെ അമ്മയെ ഒരിടത്തും ഇറക്കി വിട്ടിട്ടില്ല. അമ്മ പോയിട്ട് അവരുടെ അടുത്തും സംസാരിച്ചിട്ട് എനിക്ക് 1 രൂപയ്ക്ക് 1 രൂപ മേടിച്ച് തരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് 1 രൂപയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോയി ഞാൻ ബെഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. വാട്ട് എവർ ഡു ഐ ഡു, എൻ്റെ സർജറിക്കുള്ള കാശ് ഞാൻ ഉണ്ടാക്കും. അതിന് എൻ്റെ ജമ്മിനുള്ള കാശോ എന്താണെങ്കിൽ ഞാൻ അതിന് പോയി കഷ്ടപ്പെടും. ഐ ഡോണ്ട് കെയർ. എനിക്ക് അവരെ ആ രീതിയിൽ ഇത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ അമ്മയെ ആ രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ തന്നെ ചെയ്യും. അതിന് എന്ത് സംഭവിച്ചാലും അതിന് ഇനി മുന്നോട്ടാണെങ്കിലും ശരിയാണ്. എൻ്റെ ഏത് സിറ്റുവേഷൻ വന്നാലും ഇമോഷൻ ഞാൻ എത്ര ബ്രേക്ക് ഡൗൺ ആയാലും ഈവൻ ഞാൻ എത്ര ഉറക്കമിച്ചിരുന്നാലും
എൻ്റെ പെയിൻ എൻ്റേതാണെന്നുള്ളൊരു ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ് എനിക്കുണ്ട്. അത് മറ്റൊരാളിൽ അനുഭവിക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. ഇവൻ ഞാൻ എന്തൊക്കെ എന്തൊക്കെ മാറി നിന്നാലും ഞാൻ എങ്ങനെയൊക്കെ നിന്നാലും അമ്മയ്ക്ക് അത് മനസ്സിലാവും. കാര്യം ഷീ നോസ് മീ. ഇവൻ ഞാൻ എൻ്റെ റൂമിനകത്ത് മോസ്റ്റ്ലി ഒറ്റയ്ക്ക് കിടക്കുന്നതെല്ലാം, ബാക്കി പണി ഒന്നും ഇതിലായ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത്. അപ്പം അമ്മയ്ക്ക് അറിയാം എൻ്റെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അമ്മ ഫേസ് ചെയ്ത് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇമോഷണലി സംസാരിക്കേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ എൻ്റെ പെയിൻ എനിക്ക് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതവിടെ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ തന്നെ കാണണം. അത് പിന്നെയും കൂടും, ഓവർ തിങ്കിങ് കൂടും. അതുകൊണ്ട് ഞാൻ ലിമിറ്റ് ചെയ്തു പയ്യെ. കാര്യം അത് പറയുമ്പോൾ പിന്നെയും എന്നെ പുറത്തോട്ട് വിടുമ്പോഴും അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അമ്മ മകൻ പോയിട്ട് വരും, അവൻ അച്ചീവ് ചെയ്യാനുള്ളവൻ ചെയ്തിട്ട് വരുമെന്ന്. പക്ഷെ അതിൻ്റെ പെയിൻ ഞാൻ പറയുമ്പം അത് കുറച്ച് ഇതാവും, അത് കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാനുള്ള ലീഡും കൂടെ ആയിപ്പോകും. അപ്പം വാട്ട് എവർ ഐ ഹാവ് ടു മാനേജ് ഇറ്റ്, അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അമ്മയ്ക്ക് അങ്ങനെ ഒരു തിരിച്ചറിവും അല്ലെങ്കിൽ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുള്ള, അങ്ങനെ ശ്യാം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇങ്ങനെ എപ്പോഴും അമ്മയോട് പറയുന്നൊരു കാര്യം എന്താണ്? മുമ്പേ പറഞ്ഞല്ലോ ഞാൻ എവിടെ പോയാലും തിരിച്ചു വരും അമ്മ എന്നുള്ളൊരു ധൈര്യം കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ ലൈഫിൽ അമ്മയ്ക്ക് അത്രയും ശ്യാമിൽ നിന്ന് കൊടുക്കുന്നൊരു വാക്കുകൾ എന്താണ്? അമ്മ പറഞ്ഞ് എനിക്കറിയാവുന്ന കാര്യമുണ്ട്. ഞാനൊരു 2 വയസ്സ് വരെ ഞാൻ ഞാൻ കരഞ്ഞു എന്ന് തോന്നുന്നതായിട്ടുള്ള റീസണിൽ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഇതുവരെയും ഞാനങ്ങനെ കരഞ്ഞു എന്ന് തോന്നുന്ന ഒരു സാധനം ഇല്ല. ജസ്റ്റ് കണ്ണ് നിറയും, ഇപ്പോൾ ഇതുപോലെ കണ്ണ് നിറയുന്നല്ലാതെ അല്ലെങ്കിൽ ഇമോഷണലി ആകുമ്പോഴുള്ള ഒരു ഫീല് വരുന്നതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ എന്താ പറയുക, അങ്ങനെ കരഞ്ഞ് എന്നെ കണ്ടിട്ടില്ല. എനിക്കത് പറ്റുന്നുമില്ല. ഞാനിപ്പോൾ അതിൻ്റെ എനിക്കത് ഞാൻ ഇമോഷണലെസ് ആയി ആ ഒരു കാര്യത്തിലൊക്കെ. അനുഭവിക്കുന്നതിൻ്റെ എല്ലാ ആക്സെപ്റ്റും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി. അത് എൻ്റെ തെറ്റല്ല. കാര്യം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ അനുഭവിക്കുന്നു, ഈ കണ്ടീഷനിലൊക്കെ അനുഭവിക്കുന്നു, ഇപ്പോഴും സർവേ ചെയ്യുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു, ഇപ്പോഴും മുന്നോട്ട് ജീവിക്കാൻ ഓരോ നിമിഷവും മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈവൻ ഞാൻ ഒരു കാലത്തൊക്കെ ബ്ലാങ്ക്ലി എന്നെ സെൽഫ് ടോർച്ചറിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്സെപ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന്നും മുന്നോട്ട് വരിക, അല്ല അതിന്നും മുന്നോട്ട് പോവുക, എല്ലാത്തിനും അവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വരിക എന്നുള്ളതിന് ഒരുപാട് ഒരു സ്റ്റേജസ് ഉണ്ടായിരുന്നു. അപ്പോഴും അന്ന് അമ്മ എന്നെ ഓരോ പ്രാവശ്യവും കൊച്ചായിരുന്നപ്പം എന്നെ ഓരോ പ്രാവശ്യം തിയേറ്ററിന് മുന്നേ കൊടുത്തിട്ട് ഒരു ഗ്രീൻ ഒരു ഇതിൽ പൊതിഞ്ഞ് വാപ്പ് ചെയ്ത് കുറഞ്ഞ് കൊടുത്തിട്ട് തിരിച്ച് എന്നെ കൊണ്ടുവരും, അവിടെ മുറിച്ചിട്ടൊക്കെ കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവന്നിട്ട് പിന്നെ ആ കുട്ടി ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കുന്ന അമ്മയാണ്. അപ്പോൾ ആ കുട്ടി നാളെ വളർന്നു വരുന്നതായിട്ട് ഞാൻ എവിടെ പോയിട്ട് ഞാൻ എൻ്റെ പ്രശ്നം കൊണ്ട് ഞാനൊരു കള്ളു കുടിച്ചോ എന്തെങ്കിലും ഒരു ഡ്രഗ്സ് എടുത്തിട്ടൊക്കെ ഞാൻ എന്നെ ശരീരം ഇല്ലാതായിക്കൊണ്ടൊന്ന് അമ്മയുടെ മുമ്പ് കൊണ്ടിടാൻ എനിക്ക് താല്പര്യമില്ല. ഈവൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ചെയ്യുന്ന കാര്യം അത് പോസിറ്റീവായിട്ടുള്ള പോസിറ്റിവിറ്റി ഒരിക്കലും എൻ്റെ ശരീരത്തിൽ നശിപ്പിക്കുന്നു, അതായത് നെഗറ്റീവ് പേഴ്സ്പെക്റ്റീവ് നശിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലൂടെ എനിക്ക് വിടാൻ താല്പര്യമില്ല. അതിന് എന്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടായാലും ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല. ഒരു കാര്യം യൂസ് ചെയ്തിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം ആ ഒരു ത്രഷോൾഡാണ് ഈവൻ അമ്മയ്ക്ക് തിരിച്ച് കിട്ടുന്നൊരു ഇതെന്ന് പറയുന്നത്. അതായത് ഞാൻ തിരിച്ച് വരുമെന്നുള്ളൊരു ഉറപ്പ് അതെനിക്കൊന്നും തോന്നിയിട്ടുണ്ട്. കാര്യം എവിടെ പോയാലും എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് അമ്മയ്ക്കറിയാം. എത്ര വലിയ സിറ്റുവേഷനിൽ പോലും ഞാൻ ഹാൻഡിൽ ചെയ്യുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. സോ മേ ബി അതായിരിക്കാം ഒരു വലിയൊരു പോസിറ്റീവ്. ആ ഒരു കരുത്തിലാണ് നമ്മൾ 2 വേൾഡ് റെക്കോർഡ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. എന്താണ് ശ്യാം, അത് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? ശ്യാമിന്റെ പേരിലുള്ള 2 വേൾഡ് റെക്കോർഡ്സ്. ഒന്ന് വേൾഡ്സ് ഫസ്റ്റ് ആംബ്യൂട്ടി യങ്ങസ്റ്റ് ആംബ്യൂട്ടി സ്കൈ ഡൈവർ ആണ്. പിന്നെ വേൾഡ്സ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംബ്യൂട്ടി പാരാഗ്ലൈഡിംഗ് പൈലറ്റ്. ഞാൻ സ്കൈ ഡൈവ് എനിക്ക് അത് അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാരാഗ്ലൈഡിങ് എനിക്ക് ഓഫർ കിട്ടിയാണ്. ഞാനത് പോയി ചെയ്ത ഒരു വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പാരാഗ്ലൈഡിംഗ് സൈറ്റിൽ നിന്നാണ് ചെയ്തത്. ബീർബിൽ എന്ന് പറയും, ഹിമാചൽ പ്രദേശ്. അവിടെ നിന്നാണ് പഠിക്കുന്നതൊക്കെ. ഫസ്റ്റ് ജമ്പൊക്കെ സ്കൈ ഡൈവ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ജമ്പ് സോളോ ചെയ്ത് എനിക്ക് പാരാഗ്ലൈഡിംഗ് ഒന്നുമല്ല, ഭയങ്കര കംഫർട്ട് സ്പോട്ടായിരുന്നു. ഞാൻ കൂളായിട്ടിരുന്നോ. നെക്സ്റ്റ് ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ട്. കുറച്ച് എമൗണ്ട് ഒക്കെ സ്കൈ ഡൈവ് ഒന്ന് ശരിയാക്കി വന്നു കഴിഞ്ഞാൽ ഒരു ടോളറൻസ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഒരുപാട് ഫില്ലിംഗ് ടൈംസ് ഉണ്ട്. ആ ഫില്ലിംഗ് ടൈംസ് ഒക്കെ ഒന്ന് ട്രാവലിംഗ് ലൈക്ക് ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലോട്ട് പാരാഗ്ലൈഡിങ് ചെയ്ത്, അതായത് പിന്നെ ഒരു 8-9 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും നമുക്ക് പാരാഗ്ലൈഡിങ്. തെർമലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ റിസ്ക് എല്ലായിടത്തും ഉണ്ട്. എയർ സ്പോർട്സ് എല്ലാം ഹൈ റിസ്ക് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ അങ്ങനെയൊക്കെ പോയിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് ക്യാമ്പിങ് മലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ജീവിക്കണം എന്നൊക്കെ പേഴ്സണൽ ലൈഫിലൊരു ചെറിയൊരു കുഞ്ഞു ഡ്രീംസ് ഒക്കെ ഉണ്ട്. കുറച്ച് മലകളിലൊക്കെ ഇങ്ങനെ ജീവിക്കണം, എന്നിട്ട് ബാക്ക് ടു എൻ്റെ മെഡിസിൻ സാധനങ്ങളൊക്കെ ആയിട്ടല്ല ഞാൻ പോകുന്നത്. ഈ ഫുഡ് ഉണ്ടാക്കണം എല്ലാം ചെയ്തിട്ടൊക്കെ കുറച്ചൊരു സോളോ ലൈഫ് ഒക്കെ അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മിക്കവാറും ഞാൻ സോളോ ലൈഫാണ്. ഞാൻ എല്ലായിടത്തും ട്രാവലൊക്കെ സോളോ ലൈഫാണ്. ആൾക്കാരായിട്ടൊക്കെ പോകുന്നുള്ളൂ. ഈ ഒരു ഇതെല്ലാം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. ഈ ഒരു ആഗ്രഹത്തിനപ്പുറത്തേക്ക്
ഇപ്പം നമ്മളോട് തന്നെ ഒരു പോരാട്ടമാണ് അല്ലേ. ഒരു അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വാശി ഉണ്ടായിരുന്നോ? എനിക്ക് ഇന്ന പോലൊക്കെ എത്തണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഒരു വാശി മനസ്സിലുണ്ടായിരുന്നോ? വാശി ഇപ്പം അങ്ങനെ വാശി എന്നുള്ളതിനപ്പുറത്ത് എൻ്റെ വാശി എപ്പോഴും എൻ്റെ പെയിനാണ്. കാര്യം എനിക്കങ്ങനെ ഇമോഷണലി ഒന്നും തോന്നാറില്ല. നോർമലി എനിക്കൊന്നും അതിനെ ഫീൽ ചെയ്യാനായിട്ടുള്ള റീസൺസ് ഒന്നും ഉണ്ടായിട്ടില്ല ലൈഫിൽ. അങ്ങനെ ലൈഫിൽ ഒരു അക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പം ആവപ്പാടെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന പെയിൻ മാത്രമാണ്. ആ പെയിനിൽ നിന്ന് മാത്രമേ ഞാൻ എന്തെങ്കിലും റിസീവ് ചെയ്യാറുള്ളൂ. അതിന് എക്സ്ട്രീം പെയിൻ അനുഭവിച്ചിട്ടാണെങ്കിലും അത് റിസീവ് ചെയ്യാറുള്ളൂ, എന്തെങ്കിലും ഒരു ഇമോഷൻ. അപ്പം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ എത്തിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രം. അപ്പം അതിനൊരു ഹാർഡ് വർക്കും ആ ഒരു ഹാർഡ് ത്രഷോൾഡുമാണ് പിന്നെയും മൂവ് ഓൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അത് യൂസ്ഡ് ആയതിനു ശേഷമായിരിക്കും പിന്നെ ഞാൻ കമ്പയർ ചെയ്യും. ഓക്കെ, അന്ന് ഞാൻ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തു, പക്ഷേ ഇതെന്താന്നത് ഇപ്പം തന്നെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു. അതായിരിക്കാം മേ ബി. ഇപ്പം ഇതിലേക്ക് ഇറങ്ങുന്നതിന് ഒരു റീസണായിട്ട് ശ്യാം പറഞ്ഞിരുന്നത്, എനിക്ക് എന്ന് പറഞ്ഞാൽ ജീവിതം സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ എന്താ പറഞ്ഞാൽ ഇപ്പം ഈ തമാശയ്ക്ക് പറഞ്ഞതിലൂടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി ഇതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയൊക്കെ അറിയപ്പെടാനാണ് ആഗ്രഹം എന്നുള്ളൊരു കാര്യം ഓൾറെഡി പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പ്രീഷ്യസ് ആണ്. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ഈ ജീവൻ കിട്ടിയതെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. എങ്ങനെയൊക്കെ ഹാർഡേക്ക് ഒരു അനുഗ്രഹത്തിൽ നമുക്ക് കിട്ടിയൊരു ജീവനാണ്. അപ്പം ഇതൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ ഇതൊക്കെ അവസാനിപ്പിക്കുന്ന ഒരുപാട് പേര് അതിനെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ട്. അപ്പം ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നിൽക്കുമ്പോഴത്തേന് അവരോടൊക്കെ എന്താണ് ശ്യാമിന് പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരിക്കലും സ്പോയിൽ ചെയ്യല്ലേ ഒരു കാര്യത്തിനും വേണ്ടി നിങ്ങളുടെ ലൈഫിന്. നിങ്ങളുടെ ലൈഫ് അത്രയും പേഴ്ചിച്ച് പറയാനൊരു ഒറ്റ കാരണമേ ഉള്ളൂ. എൻ്റെ കൂടെ ഒരു 11ഓളം കുട്ടികൾ സർജറി ഈ പറഞ്ഞ ടയലസുമായിട്ടൊക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികൾ 3 വയസ്സും 2 വയസ്സുള്ള കുട്ടികൾ അവരൊക്കെ മരിക്കുന്നതിൻ്റെ മുന്നേ കാണുന്നത്, അവരുടെ ന്യൂസ് അറിയുന്നതൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്. അവർ എൻ്റെ അടുത്ത് കിടന്നിട്ട് ഒരു ഹോപ്പ്ലെസ് ആയിട്ടൊരു നോട്ടമുണ്ട്. അത് സീരിയസ് ആയിട്ട് പറയാം. ഡയലസ് ഒരു പെയിൻ അനുഭവിച്ചിട്ട് അവർക്ക് മുന്നോട്ടൊരു ഹോപ്പില്ല. അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് ഫുള്ളി അങ്ങനൊരു അവസ്ഥയിൽ കടന്നിട്ടുള്ളൊരു ലൈഫൊക്കെ എനിക്കുണ്ട്. ആ ഒരു 3 വർഷം ഞാൻ പോയൊരു സ്ട്രഗിളിലൂടെ ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ പെയിനുമായിട്ട് യൂസ്ഡാണ്. പക്ഷെ അവരാരും പെയിൻ എന്താണെന്ന് പോലും അറിയാത്ത ഞാനൊരു കാലത്ത് അനുഭവിച്ച കാര്യം അവർക്ക് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഓർഗൻ കാരണം, ഒരു ചെറിയൊരു ഓർഗനോ ഒരു ചെറിയൊരു കാര്യമൊക്കെ കാരണം. അപ്പം അത്രയ്ക്കും പേഴ്ഷ്യസ് നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും, ഹാർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും അത്രയും പേഴ്ഷ്യസ്. നിങ്ങളെ ലിവിങ് ബോഡി എന്ന് പറയുന്നതിൽ ഒരുപാട് നല്ല നല്ല ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പം അഡ്രിനൽ ലെവലിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ്സോ എന്ത് ഫീൽ ചെയ്യാനുണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഹെൽത്തി വേയിൽ ഓപ്പർച്യൂണിറ്റി ചെയ്യാനുള്ള ഒരുപാട് വേയിലുണ്ട്. ഒരിക്കലും ഇതിനൊന്നും ഡിസ്ട്രോയ് ചെയ്യാതിരിക്കുക. സൂയിസൈഡ് ആണെങ്കിലും ഡ്രഗ്സ് എടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഫൈൻഡ് യുവർ വേ, വാട്ട് എവർ യു വാണ്ട്, ഫൈൻഡ് യുവർ വേ. ഒരിക്കലും മിണ്ടാതിരിക്കരുത്, പുഷ് യുവർ ലിമിറ്റ്സ്. ഒരിക്കലും ഒരു സേഫ് സോണിൽ വർക്ക് ചെയ്യല്ലേ. എപ്പോഴും റിസ്കിന് മുകളിൽ വെച്ച് ജീവിക്കുക. അതൊരു ഭയങ്കര ഒരു അഡ്രിനലാണ്. അതൊരു ഈവൻ ഞാൻ എൻ്റെ ഫസ്റ്റ് ജമ്പ് ചെയ്തപ്പോഴും എനിക്ക് മറ്റേ പേടിയോ അല്ലെങ്കിൽ അഡ്രിനൽ പ്രഷറൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ താഴെ വന്നിട്ട് എനിക്ക് കൈയൊന്നും പറയില്ലായിരുന്നു. അപ്പം ഇപ്പോഴും 200-300 ജമ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് കൈ ഇങ്ങനെ തുടങ്ങി. പിന്നെ അവർക്ക് ഈ അഡ്രിനൽ പ്രഷർ ഭയങ്കരമായിട്ട് വരും. അവരതിലൊന്നും യൂസ്ഡ് ആയി പെയിൻ ആയിരിക്കും മേ ബി എൻ്റെ അതൊക്കെ ഇതായി കളഞ്ഞത്. പക്ഷേ ഇമോഷണൽസ് ആവുന്നത് എനിക്ക് വലിയ പ്രശ്നമാണ്. നമുക്ക് ഇമോഷണലി ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതും ഒരു സൈഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടി സ്കൈ ഡൈവർ ആണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാരാഗ്ലൈഡിംഗ് പൈലറ്റ് ആണ്. ഇനി എന്താണ് ഏറ്റവും വലിയ സ്വപ്നം? എന്ത് അച്ചീവ് ചെയ്യണമെന്നാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 45,000 ഫീറ്റിൽ നിന്ന് ജമ്പ് ചെയ്യണം. അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പിന്നെ സ്കൈ ഡൈവിംഗ് പെർസ്പെക്റ്റീവ് തന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എൻ്റെ സ്കിൽസ് എനിക്ക് പ്രൂവ് ചെയ്യണം. ലൈക്ക് എനിക്ക് ജസ്റ്റ് ഒരു ഡൈവ് ചെയ്യുന്ന ഒരാളായ പോരാ, ഐ ഹാവ് ടു സ്കിൽ ദയർ. എനിക്ക് ഇനിയും കുറേ മെനൂവറിങ്ങും അത് ചെയ്യണം ഇത് ചെയ്യണം മാത്രമേ. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, ഒരു മൂവി ചെയ്യണം, എൻ്റെ സ്റ്റോറി ഒരു മൂവി ആക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതൊരു ഇപ്പോൾ മിഷൻ ഇമ്പോസിബിൾ പോലെ ചെയ്ത അതുപോലത്തെ പോലെ അത്രയും അതിൽ ഓഫ് കോഴ്സ് ടോം ക്രൂസിന് ആ ഒരു ജമ്പൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം എനിക്കതൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റ് ചെയ്യും. ഞാൻ സുഖമായിട്ട് പറയാം, ഞാനിപ്പോഴും പറയാം, ഒരു ബാജോട്ട് ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ചെയ്യാം, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പം ഞാൻ ഹൈറ്റ് പേടിക്കുന്ന ഒരാളല്ല. അതുപോലെ പലതും എനിക്ക് ചെയ്യാം. എനിക്കിപ്പോൾ അതിന് ലൈസൻസ് ഒക്കെ എടുത്ത് എനിക്ക് അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റോറി വലിയൊരു ഒരു ക്യാൻവാസ് ചെയ്ത് ഇറക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഒരു ആക്ടിങ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു ലൈഫ് അല്ലെങ്കിൽ എനിക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. അത് ഭയങ്കര ആഗ്രഹമാണ്. ഒരു സിനിമയിൽ ഇരുത്തിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഫിലിം സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമാണ്, ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൂവി ചെയ്തിട്ട് എന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം വാട്ട് ഐ ആം ഗോയിങ് ത്രൂ. ലൈക്ക് ഇന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ് അമ്മ വന്നത്. അമ്മയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ആ മൂവിയിലൂടെ എക്സ്പ്രസ് ചെയ്യണം.
ആൻഡ് മേക്ക് ഹെർ ലൈക്ക് അത് ആ ഒരു മൂവിയിൽ 2 മണിക്കൂർ തീരെ വയ്ക്കാം, 3 മണിക്കൂർ തീരെ വയ്ക്കാം. പക്ഷെ ആ മൂവിയുടെ എൻഡിൽ ഷീ ലൈക്ക് ബിക്കമിങ് മീ, ലൈക്ക് എന്നെ കാണും അമ്മ ശരിക്കും. ഇപ്പോഴും അമ്മ എന്നെ കാണാൻ, അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എലോൺ ആയിട്ട് കുറേ ജീവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസും എല്ലാം ഇവൻ ഞാൻ പുഷ് ചെയ്ത് വരുന്ന ആക്സെപ്റ്റ് ആണെങ്കിൽ പോലും, ഇവൻ ഈ പറഞ്ഞ ഡെയർ ലെവലിലൊക്കെ ആണെങ്കിൽ പോലും അതൊരു നല്ലൊരു സ്റ്റോറി ആക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരു ആഗ്രഹം പോലെ ഇരിക്കുന്നുണ്ട്. ബട്ട് ഹോപ്പ് ചെറിയൊരു ലൈഫിനുള്ളൂ, ചെറിയ ലൈഫിനകത്ത് ഓഫ്കോഴ്സ് ചെയ്യണം. ഇപ്പം ഒരുപാട് സ്കിൽസിനെ പറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡിയ തന്നെ സ്കിൽ ഹാക്ക് എന്നുള്ള ഐഡിയ ആണ്. മറ്റെന്തൊക്കെ സ്കിൽസ് ആണുള്ളത്? ഇപ്പൊ വീഡിയോഗ്രാഫർ ആണെന്ന് പറഞ്ഞു. വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട്, എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അല്ലാതെ മുമ്പാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് സ്കൈ ഡൈവിങ് സോറി സ്വിമ്മിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു, മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സ്കൈ ഡൈവിങ്, പിന്നെ സ്കേറ്റിംഗ്, മൗണ്ടനിയറിങ്, പിന്നെ കുറേ അങ്ങനെ കുറേ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പിന്നെ വരയ്ക്കും, അമ്മ വരയ്ക്കുമായിരുന്നു, അപ്പം ഞാനും വരയ്ക്കും. അങ്ങനെയൊക്കെ കുറേ എല്ലാം ചെയ്യുന്നതെല്ലാം ചെയ്യും. ഓക്കെ. നമ്മൾ എന്താ പറയുക, ഇപ്പം ഞാൻ ആ തുടക്കത്തിന് പറഞ്ഞതിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടി കാരണങ്ങൾ തേടുമ്പോഴത്തേക്കിന് ഇവിടെ എന്തൊക്കെ ചെയ്യാം എന്നതിന് ഓരോരോ റീസൺസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമ. ലൈഫിൽ ഇങ്ങനെ മുന്നേറുകയാണ്. ശ്യാം, ഒരുപാട് സന്തോഷം. കുറച്ചധികം സമയം നമ്മൾ സംസാരിച്ചു. അപ്പൊ എന്തായാലും സന്തോഷം. ഇനി ഒരുപാട് ഒരു 45,000 അല്ലേ ആ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നാണ് ആഗ്രഹം, സ്കൈ ഡൈവിംഗ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. അതിന് കുറഞ്ഞത് 3 to 4 വർഷത്തോളം പ്രാക്ടീസ് വേണം. അതർവൈസ് നമുക്ക് അവിടെ കൊണ്ടുപോകത്തില്ല. അവർക്ക് സോ അതിന് നമ്മൾ അത്രയും പ്രാക്ടീസിലായിരിക്കും. ആദ്യം ബേസിക് ലൈസൻസ് എടുക്കാനുള്ള ഒരു കുറച്ച് ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഓഫ്കോഴ്സ് പോയി ചെയ്യും. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ഈ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ആഗ്രഹമുണ്ട് ശ്യാമിന്. അപ്പം ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അതിനും ആളുകൾ മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I'm happy. Thank you so much. Thank you so much.